Hi dear children, welcome to the chapter Complex Numbers and Quadratic Equations. ഒരു പുതിയ ചാപ്റ്റർ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കോംപ്ലക്സ് നമ്പർ, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ, രണ്ടാമത്തെ സമവാക്യം. The standard form of a second degree equation is ax square plus bx plus c equal to 0 where a not equal to 0. അല്ലേ? അതാണ് ഒരു രണ്ടാമത്തെ സമവാക്യത്തിന്റെ സ്റ്റാൻഡേർഡ് ഫോം, സ്ട്രക്ചർ, ഘടന, ഷേപ്പ്, രൂപം. അതില് ബി സ്ക്വയർ മൈനസ് 4ac നമ്മൾ ഡിസ്ക്രിമിനന്റ് അല്ലെങ്കിൽ വിവേചകം എന്നാണ് പറയുന്നത്. ഈ ഡിസ്ക്രിമിനന്റ് അല്ലെങ്കിൽ ബി സ്ക്വയർ മൈനസ് 4ac എന്ന ഈ വിവേചകമാണ് ആ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷന്റെ വാല്യൂസിന്റെ മൂല്യങ്ങളുടെ സ്വഭാവം നിർണ്ണയിക്കുന്നത്. ആ ബി സ്ക്വയർ മൈനസ് 4ac പോസിറ്റീവ് ആണ് എങ്കിൽ ആ ഇക്വേഷന് രണ്ട് സൊല്യൂഷൻസ് ഉണ്ടാവും എന്ന് പറഞ്ഞാൽ വാരിയബിൾ എക്സ് ആണ്, വൈ ഏതാണ് ആ വാരിയബിളിന് 2 ഡിഫറെന്റ് വാല്യൂസ് നമുക്ക് കാണാൻ പറ്റും. ഇനി ബി സ്ക്വയർ മൈനസ് 4ac 0 ആണെങ്കിൽ അപ്പോൾ നമുക്ക് ആ ഇക്വേഷൻ ഒരു വാല്യൂ ഉണ്ടാവുള്ളൂ, ഒരു സൊല്യൂഷൻ ഉണ്ടാവുള്ളൂ. എന്ന് പറഞ്ഞാല് ആ വാരിയബിൾ ഏതാണോ എക്സ് വൈ ഏതാണോ ആ വാരിയബിളിന് സെയിം ആയിട്ടുള്ള രണ്ട് വിലകളാണ് വരിക. അതിന് രണ്ടും ഒന്നായിട്ട് പരിഗണിച്ചു. അതാണ് ബി സ്ക്വയർ മൈനസ് 4ac 0 ആകുമ്പോൾ ഒരു വാല്യൂ ഉള്ളൂ, ഒരു മൂല്യമുള്ളൂ, ഒരു പരിഹാരമുള്ളൂ എന്നൊക്കെ പറയുന്നത്. അവിടെ നമ്മൾ ലാസ്റ്റ് പറഞ്ഞത് ബി സ്ക്വയർ മൈനസ് 4ac നെഗറ്റീവ് ആണെങ്കിൽ, ബി സ്ക്വയർ മൈനസ് 4ac നെഗറ്റീവ് ആണെങ്കിൽ ആ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷന് സൊല്യൂഷൻ ഇല്ല, പരിഹാരങ്ങളൊന്നുമില്ല. എന്ന് പറഞ്ഞാൽ റിയൽ നമ്പർ ആയിട്ടുള്ള സൊല്യൂഷൻസ് ഒന്നും ഉണ്ടാവില്ല. നമ്മൾക്കറിയുന്ന സംഖ്യകളാണ് അല്ലെ, റിയൽ ലൈനിലുള്ള നമ്പേഴ്സ്. നമുക്കറിയുന്ന സംഖ്യകളൊക്കെ റിയൽ നമ്പേഴ്സ് ആണ്, അതിലുള്ള നമ്പറാണ് നമ്മളെല്ലാം നമ്മൾ പഠിച്ചൊക്കെ ആ റിയൽ ലൈനിലെ നമ്പേഴ്സ് ആണ്. എന്നാൽ ആ റിയൽ ലൈനിൽ അല്ലാത്ത വേറെ ഒരു ലോകമുണ്ട്, അതാണ് കോംപ്ലക്സ് വേൾഡ് എന്നുള്ളത്. അപ്പോ ബി സ്ക്വയർ മൈനസ് 4ac നെഗറ്റീവ് ആവുന്ന കേസിലാണ് കോംപ്ലക്സ് നമ്പർ എൻട്രി ചെയ്യുന്നത്. ഓക്കെ, നോക്കാം നമുക്ക്. ഇവിടെ എക്സ് സ്ക്വയർ ഈക്വൽ ടു 25, ഇതൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണ്. ഫ്രം ഹിയർ വി വിൽ ഗെറ്റ് എക്സ് ഇസ് ഈക്വൽ, ഇവിടെ എക്സിന്റെ വാല്യൂ എങ്ങനെയാണ്? എക്സ് സ്ക്വയർ 25 ആണെങ്കിൽ എക്സിന്റെ വാല്യൂ എങ്ങനെയാണ്? ആ 25ന്റെ റൂട്ട് പ്ലസ് ഓർ മൈനസ്. സ്ക്വയർ 25 ആണെങ്കിൽ വാല്യൂ നമുക്കൊരു 5 ആണ് അല്ലെ, റൂട്ട് 25 5 ആണ്, അതിന് പ്ലസ് ഓർ മൈനസ് ഉണ്ട്. ദാറ്റ് ഈസ് എക്സ് ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 5 എന്ന് പറഞ്ഞാൽ പ്ലസ് 5 ഉണ്ട് മൈനസ് 5 ഉണ്ട്, which means x is equal to plus 5 or x is equal to minus 5. ഇത് രണ്ടുമാണ് എക്സിന്റെ വാല്യൂസ്. ഇവിടെ എക്സിന് 5 കൊടുത്താലും ഈ ഇക്വേഷൻ ശരിയാവും, മൈനസ് 5 കൊടുത്താലും ശരിയാവും. അതല്ലേ ഒരു ഇക്വേഷന്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ. ഒരു സമവാക്യത്തിന്റെ പരിഹാരങ്ങൾ ആവാൻ ആർക്കേ പറ്റുള്ളൂ? ഏത് വാല്യൂസ് കൊടുത്താലാണോ ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത് അവരെയാണ് അതിന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ 5 കൊടുത്താലും മൈനസ് 5 കൊടുത്താലും ഇത് കറക്റ്റ്. 5 കൊടുത്തോക്കാം, 5 സ്ക്വയർ ഈക്വൽ ടു 25 കറക്റ്റ് അല്ലേ. മൈനസ് 5 കൊടുത്തോളാം, മൈനസ് 5ന്റെ സ്ക്വയർ, മൈനസ് 5 ഇസ് ഇൻ ബ്രാക്കറ്റ് ആണ് കറക്റ്റ്. അപ്പോ മൈനസ് 5ന്റെ സ്ക്വയർ മൈനസ് 5 ഇൻറ്റു മൈനസ് 5 പ്ലസ് 25 ആണ്. വേറെ ഏത് നമ്പർ കൊടുത്താലും എക്സിന് ഏത് കൊടുത്താലും ഇത് കറക്റ്റ് കൊടുക്കുക. 6 കൊടുത്തോക്കാം, 6 സ്ക്വയർ ഈക്വൽ ടു 25 ശരിയാണോ? 7 സ്ക്വയർ 20 ശരിയാണോ? മൈനസ് 3 സ്ക്വയർ ശരിയാണോ? അപ്പൊ ഇതിലാകെ ശരിയാകുന്ന രണ്ട് വാല്യൂസ് ആണ്. ഏതൊക്കെയാണ്? പ്ലസ് 5ഉം മൈനസ് 5. അവർ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷന് മാക്സിമം 2 സൊല്യൂഷൻ ഉണ്ടാവും. മാക്സിമം 2 പറഞ്ഞാൽ 2ന്റെ മേലേക്ക് പോലാണ്. ചിലപ്പോ 2 ഉണ്ടാവും, ചിലപ്പോ 1, ചിലപ്പോ ഉണ്ടായില്ല. മാക്സിമം 2 എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ ഒന്ന് ആലോചിക്കണം. ആ 2 വാല്യൂസ് കിട്ടി കഴിഞ്ഞാൽ പിന്നെ മൂന്നാമത്തെ കിട്ടൂല, തെരഞ്ഞു നോക്കിയിട്ട് കാര്യമില്ല. വേറെ there is no other number such that x square equal to 25. x square 25 വന്ന ഈ വാല്യൂസ് അല്ലാതെ വേറെ ഇല്ല. കാരണം ഇതൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണ്. ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ മാക്സിമം 2 വിലകളെ കിട്ടുള്ളൂ. ആ 2 വിലകളും നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ മാക്സിമം പറഞ്ഞാൽ അതിന്റെ അപ്പുറത്തേക്ക് പോകില്ല, മൂന്നാമത്തെ കിട്ടില്ല. ചിലപ്പോ ഒരു വില കിട്ടുള്ളൂ, ചിലപ്പോ കിട്ടില്ല, 2ന്റെ മുകളിലേക്ക് കിട്ടൂല എന്നാ ഉദ്ദേശം. ഓക്കെ, അതാണ് മാക്സിമം. അപ്പോ ഇതൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ സോൾവ് ചെയ്തു. വേറെ ഇക്വേഷൻ പറയാം, y സ്ക്വയർ ഈക്വൽ ടു 17, സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ. ഇത് സോൾവ് ചെയ്താൽ y ഈക്വൽ ടു ആ 17ന്റെ റൂട്ടിന് പ്ലസ് ഓർ മൈനസ്. റൂട്ട് 17 കറക്റ്റ് നമുക്കറിയാം. റൂട്ട് 16 ആണെങ്കിൽ പ്ലസ് ഓർ മൈനസ് 4 എഴുതാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? y ഈക്വൽ ടു പ്ലസ് 4, y ഈക്വൽ ടു മൈനസ് 4 നമുക്ക്. ഇത് പ്ലസ് റൂട്ട് 17ഉം മൈനസ് റൂട്ട് 17 കുഴപ്പമില്ല, വാല്യൂസ് ഓക്കെ. പക്ഷെ കറക്റ്റ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഇട്ട് നോക്കാൻ പറ്റും. എന്നാൽ എക്സ് സ്ക്വയർ ഈക്വൽ ടു
-10 അല്ലെങ്കിൽ -16. എക്സ് സ്ക്വയർ ഈക്വൽ ടു -16. ഇത് സ്ക്വയർ ചെയ്താൽ 25 കിട്ടുന്ന ആളുകളെ കണ്ടുപിടിച്ചു. അതാണ് +5 -5. 5ന്റെ സ്ക്വയർ 25 ആണ്. -5ന്റെ സ്ക്വയർ 25 ആണ്. സ്ക്വയർ ചെയ്താൽ 17 കിട്ടുന്ന ആളുകളാണ് +√17 -√17. അപ്പൊ എക്സ് സ്ക്വയർ ഈക്വൽ ടു -16 എന്ന് പറഞ്ഞാൽ സ്ക്വയർ ചെയ്താൽ -16 കിട്ടുന്ന നമ്പർ. സ്ക്വയർ ചെയ്താൽ 16 കിട്ടുന്ന നമ്പർ ആണെങ്കിൽ +4 -4. സ്ക്വയർ ചെയ്താൽ -16 വരുന്ന നമ്പർ ഇല്ല, നമ്മൾ അറിവിലില്ല. +4ന്റെ സ്ക്വയർ +16 ആണ്. -4ന്റെ സ്ക്വയർ -4 × -4 2 മൈനസ് പ്ലസ് +16 ആണ്. സ്ക്വയർ ചെയ്താൽ നെഗറ്റീവ് നമ്പറിന് നമുക്ക് സ്ക്വയർ കാണാം, പോസിറ്റീവിന്റെ സ്ക്വയർ കാണാം. പക്ഷെ ഒരു നമ്പറിന്റെ സ്ക്വയർ കണ്ടതിന് ശേഷം അതിന്റെ ചിഹ്നം നെഗറ്റീവ് ആവില്ല. ഇതൊരു സംഖ്യ, എക്സ് ഒരു നമ്പറാണ്, അതിന്റെ സ്ക്വയർ കണ്ടപ്പോ എത്ര കിട്ടി? -16 കിട്ടി. സ്ക്വയർ ചെയ്താൽ നെഗറ്റീവ് കിട്ടുന്ന നമ്പർ ഇല്ല, നമ്മൾ അറിവില്ല അല്ലെ. അതുകൊണ്ട് റിയൽ ലൈനിൽ, റിയൽ നമ്പേഴ്സിൽ അങ്ങനെ ഒരു നമ്പർ ഇല്ല. അപ്പോൾ പിന്നെ നമ്മൾ വേറെ ഒരു സെക്ഷനിലേക്ക് പോകണം, വേറെ ഒരു ലോകത്തേക്ക് പോകണം. അതാണ് കോംപ്ലക്സ് വേൾഡ്. സ്ക്വയർ ചെയ്താൽ നെഗറ്റീവ് വരും. പോസിറ്റീവ് സംഖ്യ ഉണ്ടാവും, നെഗറ്റീവ് ഉണ്ടാകും. പോസിറ്റീവിനെ സ്ക്വയർ ചെയ്താൽ പോസിറ്റീവ്, നെഗറ്റീവിനെ സ്ക്വയർ ചെയ്താൽ നമുക്കറിയാം പോസിറ്റീവ് ആണ് വരിക. എന്നാൽ ഒരു പ്രത്യേകതരം നമ്പർ സ്ക്വയർ ചെയ്താൽ അത് നെഗറ്റീവ് ആയി മാറും. അങ്ങനെ സ്ക്വയർ നെഗറ്റീവ് ആകുമ്പോൾ റിയൽ ലൈനിൽ റിയൽ നമ്പേഴ്സിൽ അതൊന്നുമില്ല. അതുകൊണ്ടാണ് കോംപ്ലക്സ് എന്നുള്ള നമ്പറിലേക്ക് വരുന്നത്. ഓക്കെ, സോ കോംപ്ലക്സ് നമ്പർ എന്താണ് പറയാ? എനി നമ്പർ ഇൻ ദ ഫോം ഓഫ് a plus ib or x plus iy is called complex number, where a and b or x and y are real numbers and here I equal to √-1. ഈ ഷേപ്പിൽ വരുന്ന a plus ib അല്ലെങ്കിൽ x plus iy, ഒരു നമ്പർ പ്ലസ് i ന്റെ വേറെ നമ്പർ, ഈ രൂപത്തിൽ വരുന്ന നമ്പർ തന്നെയാണ് കോംപ്ലക്സ് നമ്പർ എന്ന് പറയുന്നത്. ഈ എക്സും വൈയും അല്ലെങ്കിൽ എയും ബിയും നമ്മുടെ റിയൽ നമ്പേഴ്സ് ആണ്. ഇതിലുണ്ട്, നമ്മൾക്കറിയുന്ന എല്ലാ നമ്പേഴ്സും ഇതിലുണ്ട്. ഇത് 0, ഇത് 1 2 3 4 അങ്ങനെ പോകുന്നുണ്ട്. ഇങ്ങോട്ട് -1 -2 -3 ഇങ്ങനെ ഇങ്ങോട്ട്. 0ന് അപ്പുറത്ത് കാണുന്ന ഈ 1 2 3കളാണ് നമുക്കറിയാം, അത് നാച്ചുറൽ നമ്പേഴ്സ് ആണ്. 0 മുതൽ ഇവിടുന്ന് ഇങ്ങോട്ട് എടുക്കുകയാണെങ്കിൽ 0 1 2 3 4 എന്ന പോയിന്റുകൾ, ഈ നമ്പേഴ്സ് എടുക്കുകയാണെങ്കിൽ ഹോൾ നമ്പേഴ്സ് ആണ്. ഇപ്പൊ നിങ്ങൾ ഈ കാണുന്ന ഈ നമ്പേഴ്സ് -3 -4 -4 -3 -2 -1 0 1 2 3 4 അങ്ങനെ പോകുന്നത്, അത് ഇന്റിജേഴ്സ് ആണ്. പിന്നെ ഇതിന്റെ ഫ്രാക്ഷൻസ് എല്ലാം ഇതിലുണ്ട്. നമ്മൾക്കറിയുന്ന എല്ലാ നമ്പേഴ്സും ഇതിലുണ്ട്. എന്നാൽ ഇതിനപ്പുറത്തൊരു ലോകമുണ്ട്, അതാണ് കോംപ്ലക്സ് നമ്പേഴ്സ്. നമ്മളെ ഈ നമ്പറുകളൊക്കെ കോംപ്ലക്സ് നമ്പറിലാണ്. ഇതൊക്കെ കോംപ്ലക്സ് നമ്പറാണ്. കോംപ്ലക്സ് നമ്പർ ആകാത്തേ a plus ib, ഒരു നമ്പർ പ്ലസ് i ഇൻറ്റു വേറെ നമ്പർ, where a and b are റിയൽ നമ്പേഴ്സ്. ഇത് രണ്ടും റിയൽ നമ്പർ ആക്കി ഒരു i ഫിറ്റ് ചെയ്ത് ഈ കോളത്തിൽ ഈ രൂപത്തിൽ എഴുതാൻ എന്തായി? കോംപ്ലക്സ് നമ്പർ ആയി. അപ്പൊ നമുക്ക് 3 അറിയാം, 7 അറിയാം അല്ലെ. 3 7 3 plus 7i കോംപ്ലക്സ് നമ്പർ. 8 plus 38i കോംപ്ലക്സ് നമ്പർ. 4 minus 5i കോംപ്ലക്സ് നമ്പർ. ഒരു നമ്പർ പ്ലസ് അല്ലെങ്കിൽ ഒരു നമ്പർ മൈനസ്, ഒരു നമ്പറിന്റെ കൂടെ i ഫിറ്റ് ചെയ്യാം. അപ്പൊ ഇതൊരു നമ്പറാവും, ഇതൊരു നമ്പർ കൂടെ i വരും. കാരണം ഇത് രണ്ടും റിയൽ നമ്പേഴ്സ് ആയിരിക്കും. പിന്നെ ഒരു i കൂടെ വരും. ആ രൂപത്തിൽ വരുന്നതിന് കോംപ്ലക്സ് നമ്പർ എന്ന് പറയും. ഇവിടെ വരുന്ന സംഖ്യയും ആ സംഖ്യയും നമ്മൾക്കറിയുന്ന റിയൽ നമ്പേഴ്സിൽ ഏതെങ്കിലും ആവാം. ഇവിടെ പ്ലസ് മൈനസ് അല്ല, പിന്നെ ഒരു i കൂടെ വരും. അതാണ് കോംപ്ലക്സ് നമ്പേഴ്സ്. 1 plus 3i. ഇനിയിപ്പോ എങ്ങനെ ചെയ്താൽ 8i minus 5 ഇങ്ങനെ ചെയ്താൽ ഒരു നമ്പറിന്റെ കൂടെ i വരാം, പിന്നെ ഒരു നമ്പർ വരാം. ഏകദേശം ഈ രൂപത്തിൽ വരുന്ന കോംപ്ലക്സ് നമ്പർ എന്ന് പറയും. ഇതിനെ റിയൽ പാർട്ട് എന്നും ഇതിനെ ഇമാജിനറി പാർട്ട് എന്നും പറയും. നമ്മൾ കോംപ്ലക്സ് നമ്പർ ഇങ്ങനെ എഴുതുമ്പോൾ i വരുന്ന ഭാഗമില്ല, ഐയുടെ കൂടെ വരുന്ന നമ്പർ -5 അല്ലേ, അതിനെ ഇമാജിനറി പാർട്ട് എന്ന് പറയും. i ഇല്ലാത്തൊരു ഭാഗമില്ലേ, അതിനെ റിയൽ പാർട്ട് എന്ന് പറയും. ഇത് 8 plus 38i ആണ്. ഇത് റിയൽ പാർട്ട് ആണ്. 38i ആ ഭാഗം ഇമാജിനറി പാർട്ട് ആണ്. അപ്പൊ ഐയുടെ കൂടെ വരുന്ന നമ്പറും ഈ രണ്ട് നമ്പറും റിയൽ നമ്പേഴ്സ് ആയിരിക്കും. ഈ രൂപത്തിൽ വരുന്നതിനാണ് എന്താ പറയാ? കോംപ്ലക്സ് നമ്പേഴ്സ്.
ഇനി വേറൊരു കാര്യം, നമുക്കറിയുന്ന സംഖ്യകളില്ല, നമ്മൾ ഇതുവരെ പഠിച്ച സംഖ്യകളൊക്കെ കോംപ്ലക്സ് നമ്പേഴ്സ് ആണ്. 44 ഇത് നമുക്കറിയാം. 43 കഴിഞ്ഞ് 45ന്റെ അപ്പുറത്തുള്ള ഒരു നാച്ചുറൽ നമ്പർ ആണ് 44 അല്ലെ. 44 കോംപ്ലക്സ് നമ്പർ ആണ്. ബിക്കോസ് ഇറ്റ് ക്യാൻ ബി റിട്ടൺ ആസ്. ഇതിനെ നമുക്ക് എഴുതാം 44 ഒരു റിയൽ നമ്പർ പ്ലസ് ഐ ഇൻറ്റു വേറെ റിയൽ നമ്പർ എഴുതാൻ പറ്റിയാൽ മതി അല്ലെ. അപ്പൊ 44 ഞാൻ എഴുതാണ് 44 പ്ലസ് പിന്നെ ഒരു ഐ ഇൻറ്റു 0 I0 അല്ലെങ്കിൽ 0i. എഴുതിക്കൂടെ. 20 is also a complex number because 20 can be written as 20 plus I0 അല്ലെങ്കിൽ 0i. നമ്മൾക്കറിയുന്ന 41 കോംപ്ലക്സ് നമ്പറാ. കാരണം 41 ഏതാ 41 പ്ലസ് 0i. ഒരു റിയൽ നമ്പർ പ്ലസ് ഐ ഇൻറ്റു റിയൽ നമ്പർ എന്ന രൂപത്തിൽ എഴുതാൻ പറ്റിയ കോംപ്ലക്സ് നമ്പർ. -9 കോംപ്ലക്സ് നമ്പർ ആണ്. Because it can be written as -9 plus 0i. ഇവിടെ 1/3 1/4 ഒക്കെ ഉണ്ടോ? അതാ 1/7 അവിടെ ഉണ്ട് അല്ലേ. കോംപ്ലക്സ് നമ്പർ എങ്ങനെ എഴുതാം 1/7 1/7 plus 0i. അപ്പോ നമ്മൾക്ക് അറിയുന്ന ഈ റിയൽ ലൈനിലെ എല്ലാ നമ്പേഴ്സും കോംപ്ലക്സ് നമ്പറിന്റെ രൂപത്തിൽ എഴുതാം. എന്നാണ് അതൊക്കെ കോംപ്ലക്സ് നമ്പർ. എന്നാൽ ഇതിനപ്പുറത്ത് കുറച്ച് ഇങ്ങനെ ഈ ഒരു സാധനം 8 plus 38 ആയി. അത് ഇതിൽ കാണുന്നുണ്ട്. 41 കാണാം, അത് ഇങ്ങനെ ആക്കി കോംപ്ലക്സ് ആക്കി. 44 കാണാൻ ഇങ്ങനെ കോംപ്ലക്സ് ആക്കി. 0i ഫിറ്റ് ചെയ്ത് കണ്ടില്ല. 20 0i ഫിറ്റ് ചെയ്ത്. എന്നാൽ ഇതൊക്കെ കോംപ്ലക്സ് നമ്പർ ആക്കിയേക്കാണ്. അതൊക്കെ എന്താ നമുക്കറിയുന്ന റിയൽ നമ്പേഴ്സ് ഒക്കെ കോംപ്ലക്സ് നമ്പർ രൂപത്തിലാണ്. എന്നാൽ ഇത് നമുക്ക് ഇതിന് മുമ്പ് അറിയില്ല. ഇത് റിയൽ ലൈനിൽ നമുക്ക് കാണാൻ പറ്റില്ല. ഇത് റിയൽ ലൈനിൽ ഉണ്ടാവില്ല. ഈ 20 റിയൽ ലൈൻ ഉണ്ട്, 44 ഒക്കെ റിയൽ ലൈൻ ഉണ്ട്. ഈ റിയൽ നമ്പറിലുള്ള റിയൽ ലൈനിലുള്ള എല്ലാത്തിനും നമുക്ക് 0i ഫിറ്റ് ചെയ്തുകൊണ്ട് കോംപ്ലക്സ് രൂപത്തിൽ എഴുതാൻ പറ്റും. എന്നാൽ ഇങ്ങനെ 0 അവിടെ ഇവിടെ 0 നോൺ സീറോസ് ആണ് വരുന്നത്. റിയൽ നമ്പേഴ്സ് വരുന്ന പറഞ്ഞത് ആ റിയൽ നമ്പേഴ്സ് നോൺ സീറോസ് ആണ് എങ്കിൽ ഇങ്ങനെ സാധനം നിലനിൽക്കും. അത് ഇവിടെ ഉണ്ടാവില്ല. ഓക്കെ, അതാണ് കോംപ്ലക്സ് നമ്പർ എന്നുള്ളത്. അത് നമുക്ക് തന്നെ റിയൽ ലൈനിൽ കാണിക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ നമുക്കറിയുന്ന എല്ലാ നമ്പേഴ്സും എന്താണ് നമുക്കറിയുന്ന റിയൽ നമ്പേഴ്സിൽ എന്തുവരെ ആ റിയൽ നമ്പറിലല്ലേ നാച്ചുറൽ നമ്പർ, പിന്നെ ഹോൾ നമ്പേഴ്സ്, ഇന്റിജേഴ്സ്, ഫ്രാക്ഷൻസ്, പിന്നെ റാഷണൽ ഒക്കെ അതിലുണ്ടായിരുന്നു അല്ലെ. എന്നാൽ ഇനി മുതൽ ഇത് മാത്രമല്ല, അതിനപ്പുറത്ത് ഈ രൂപത്തിൽ വരുന്ന കുറച്ച് ആളുകൾ കൂടി ഉണ്ട് എന്ന് കൂടെ മനസ്സിലാക്കാം. ഓക്കെ, ഐയോടൊപ്പം വരുന്നത് റിയൽ ഇമാജിനറി പാർട്ട്, ഐ ഇല്ലാതെ ഇവിടെ വരുന്നത് റിയൽ പാർട്ട്. എന്തായാലും ഈ റിയൽ പാർട്ട് ഇവിടെ വരുന്ന രണ്ട് നമ്പേഴ്സും ഇന്റിജേഴ്സ് ആയിരിക്കും, റിയൽ നമ്പേഴ്സ് ആയിരിക്കും. ഐ വരുന്ന ഭാഗം ഇമാജിനറി പാർട്ട്, ഐ ഇല്ലാത്ത ഭാഗം റിയൽ പാർട്ട്. ഓക്കെ, ഇനി ഒരു കോംപ്ലക്സ് നമ്പറിന്റെ രൂപം നമ്മൾ a പ്ലസ് ഐ ബി അല്ലെങ്കിൽ x പ്ലസ് ഐ ബി അല്ലെ. ഇത് റിയൽ പാർട്ട്, ഇത് ഇമാജിനറി പാർട്ട്. ഈ രണ്ട് നമ്പറും റിയൽ നമ്പേഴ്സ് ആണ്. കോംപ്ലക്സ് നമ്പറിനെ സാധാരണ നമ്മൾ z കൊണ്ടാണ് സൂചിപ്പിക്കുക. z equal to a plus i, z equal to 3 plus 4y, z equal to 2 plus 9i അല്ലെ. ഇങ്ങനെ z കൊണ്ടാണ് ഒരു കോംപ്ലക്സ് നമ്പറിനെ ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, വേറെ കോംപ്ലക്സ് നമ്പർ z equal to 8 minus 5i, z equal to 11 plus 2i. കണ്ടോ, കോംപ്ലക്സ് നമ്പറിനെ z കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. പിന്നെന്താ -9 നിങ്ങൾക്കറിയാം റിയൽ നമ്പർ ആണ്. അതിന്റെ കോംപ്ലക്സിന്റെ രൂപത്തിൽ എങ്ങനെ ഇതാ -9ന്റെ കൂടെ എന്ത് ചെയ്യാം ഒരു 0i ഫിറ്റ് അല്ലെങ്കിൽ I0 ഫിറ്റ്. 4i മാത്രമേ ഉള്ളൂ. ഇതും കോംപ്ലക്സ് നമ്പർ ആണ്. x പ്ലസ് ഐ ഈ രൂപത്തിൽ a പ്ലസ് ഐ ബി എന്ന രൂപത്തിൽ എഴുതാൻ പറ്റിയാൽ അതൊക്കെ കോംപ്ലക്സ് നമ്പർ ആണ്. ഇത് 4i ആണ്, അത് കോംപ്ലക്സ് നമ്പർ ആണ്. ബിക്കോസ് ഇറ്റ് ക്യാൻ ബി റിട്ടൺ ആസ്, ഇതിൽ അതിന്റെ ടേം ഉണ്ട് അല്ലെ. റിയൽ പാർട്ട് ഇല്ല, ഇമാജിനറി ഉള്ളു. അപ്പൊ റിയൽ പാർട്ട് വെറുതെ 0 ഫിറ്റ് ചെയ്യാം. പ്ലസ് 4 ഒരു നമ്പർ പ്ലസ് ഐ ഇൻറ്റു ഒരു നമ്പർ ആ രൂപത്തിലാണ്. ഇവിടെ അതിന്റെ ടേം ഇല്ല, അതുകൊണ്ട് 0i ഫിറ്റ് ചെയ്യും. ഇവിടെ അതിന്റെ ടേമേ ഉള്ളൂ, റിയൽ പാർട്ട് ഇല്ല, അപ്പൊ റിയൽ പാർട്ട് ഫിറ്റ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് വൺ കോൺജുഗേറ്റ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ. ഒരു കോംപ്ലക്സ് നമ്പറിന്റെ കോൺജുഗേറ്റ് എങ്ങനെ കാണാം, എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യാന്നുള്ളതൊക്കെ പറയാം. ലെറ്റ് z equal to a plus ib കോംപ്ലക്സ് നമ്പർ അല്ലെ. ഈ കോംപ്ലക്സ് നമ്പർ then the conjugate of this complex number z denoted by z bar. കോംപ്ലക്സ് നമ്പർ ഇതാ z കൊണ്ട് ഡിനോട്ട് ചെയ്യും, അതിന്റെ കോൺജുഗേറ്റിനെ z bar കൊണ്ട് ഡിനോട്ട് ചെയ്യും. It is obtained by changing the sign of the imaginary part. Imaginary part, the real part ആണ് നമ്മൾ പറഞ്ഞു അല്ലെ.
ഐ വരുന്ന ഈ ഭാഗമാണ് ഇമാജിനറി പാർട്ട്. അതില് ഐ വരുന്ന ഭാഗത്തിന്റെ ചിഹ്നം മാറ്റും. ഇത് അതുപോലെ എഴുതിയതിന്റെ ചിഹ്നം മാറ്റും. അങ്ങനെയാണ് എന്ത് കിട്ടുക? കോംപ്ലക്സ് നമ്പറിന്റെ കോൺജുഗേറ്റ് കിട്ടുക. The conjugate of a complex number is obtained by changing the sign of the imaginary part of the complex number. ഈ കോംപ്ലക്സ് നമ്പറിന്റെ ഇമാജിനറി പാർട്ട് അല്ലേ? ഇത് പ്ലസ് അല്ലേ? എ അതുപോലെ എഴുതാം. ഇതിന്റെ ചിഹ്നം മാറ്റല്ല. പ്ലസ് ഐ ബി ആണ്, ചിഹ്നം മാറ്റിയത് എന്താവും? മൈനസ് ഐ ബി. ഈ കോംപ്ലക്സ് നമ്പറിന്റെ കോൺജുഗേറ്റ് ആണ് ഈ കാണുന്നത്. Z ബാർ ഈക്വൽ ടു എ മൈനസ് ഐ. ഐയുടെ ഭാഗത്ത് ചിഹ്നം മാറ്റും. ശരിക്കും നോക്കണം, നടുവിലെ ചിഹ്നം എന്നല്ല, ഐ വരുന്ന ഭാഗം ഏതാണോ അതിന് ചിഹ്നം മാറ്റാം. പ്ലസ് ആണ് മൈനസ് ആക്കുക, മൈനസ് ആണ് പ്ലസ് ആക്കുക. അങ്ങനെയാണ് വരിക കോൺജുഗേറ്റ്. എക്സാമ്പിൾ നോക്കാം. Z ഈക്വൽ ടു 5 പ്ലസ് 2. ഇതാണ് കോംപ്ലക്സ് നമ്പർ. എങ്ങനെ അതിന്റെ Z ബാർ എങ്ങനെയാണ് കോൺജുഗേറ്റ്? 5 അതുപോലെ ഇതാ പ്ലസ് 2i അല്ലേ, അതിന് മൈനസ് 2i. ഇതാണ് കോംപ്ലക്സ് നമ്പർ. 6 മൈനസ് 50i ആണ്. അപ്പൊ എന്ത് ചെയ്യാ? Z ആണെങ്കിൽ അതിന്റെ Z ബാർ എന്ത് ചെയ്യാ? 6 അതുപോലെ ഇതാ മൈനസ് 50 അതിന്റെ കോൺജുഗേറ്റ് ചിഹ്നം മാറ്റുമ്പോ പ്ലസ് 50. 1 പ്ലസ് 4i. ഇതാണ് കോംപ്ലക്സ് നമ്പർ. Z ബാർ എന്ത് ചെയ്യാ? 1 മൈനസ് 4. Z ഈക്വൽ ടു 3i പ്ലസ് 8. Z ഈക്വൽ ടു 3i പ്ലസ് 8 ആണെങ്കിൽ Z ബാർ ഈക്വൽ ടു 3i മൈനസ് 8 അല്ല. ഇവിടെ ഇമാജിനറി പാർട്ട് ആദ്യം വന്ന് റിയൽ ലാസ്റ്റ് വന്നത്. എങ്ങനെ വരാം? ഒരു നമ്പറിന്റെ കൂടെ ഐയും പിന്നെ നമ്പറും ആ രൂപത്തിലാക്കാൻ പറ്റുകയാണെങ്കിൽ കോംപ്ലക്സ് നമ്പർ ആയി. ഇവിടെ ഇത് റിയൽ പാർട്ടാണ്, ഇത് ഇമാജിനറി പാർട്ട്. ഇതിന്റെ ചിഹ്നം മാറ്റുന്നത്. ഇത് രണ്ടും പോസിറ്റീവ് ആണ്. ഇവന്റെ സൈന് മാറ്റാം. അപ്പൊ 3i പ്ലസ് ആണ്, മാറ്റുമ്പോ മൈനസ് അല്ലെ. അപ്പോൾ മൈനസ് 3i പിന്നെ പ്ലസ് 8. ഓക്കെ, അതല്ലാതെ 3i അതുപോലെ എഴുതി പ്ലസ് 8 മൈനസ് 8 അല്ല, ഇത് തെറ്റാണ്. ഓക്കെ, അപ്പോൾ കോംപ്ലക്സ് നമ്പർ ഇതാ. Z ഈക്വൽ ടു 68 മാത്രമേ ഉള്ളൂ. Z ഈക്വൽ ടു 68. ഇത് കോംപ്ലക്സ് നമ്പറാ. ഇതിനെന്ത് ചെയ്യാ? 68 നമുക്ക് 68 പ്ലസ് 0 എഴുതി കൂടെ? ഇത് പറഞ്ഞാൽ ശരിക്കും 68 പ്ലസ് 0 അല്ലെങ്കിൽ I0 തന്നെയാണ്. അപ്പൊ അതിന്റെ കോൺജുഗേറ്റ് എന്ത് ചെയ്യാ? 68 മൈനസ് 0 അല്ലെ? 68 മൈനസ് 0 എന്താ? 0 ഒഴിവാക്കി എന്താ? 68. അപ്പൊ ശരിക്കും നമ്മുടെ കോംപ്ലക്സ് നമ്പർ 68 ആയിരുന്നു. ഇതിന്റെ കോൺജുഗേറ്റ് ചെയ്തണെങ്കിൽ ഇമാജിനറി പാർട്ട് 0i ഫിറ്റ് ചെയ്യണം. എന്നിട്ട് നമ്മൾ ചിഹ്നം മാറ്റും. 0i ഫിറ്റ് ചെയ്യാൻ അതവിടെ ഇല്ല, അതിന്റെ അർത്ഥമല്ലല്ലോ. ഇത് 0i കുറച്ചു. അപ്പോഴോ 68 എന്ന Z എന്ന കോംപ്ലക്സ് നമ്പറിന്റെ കോൺജുഗേറ്റും എന്തിന്റെ വരിക? 68 വരിക. കാരണം അവിടെ ഇമാജിനറി പാർട്ട് ഇല്ല. എത്രയെങ്കിലും i ഉണ്ടെങ്കിലല്ലേ ചിഹ്നം മാറ്റണം നിലനിൽക്കുള്ളൂ. അത് 0i ആയതുകൊണ്ട് ചിഹ്നം മാറ്റി നിലനിൽക്കൂല. അപ്പൊ Z ഈക്വൽ ടു 7 എന്നാണെങ്കിൽ അതിന്റെ കോൺജുഗേറ്റ്, അതിന്റെ കോംപ്ലക്സ് നമ്പറിന്റെ കോൺജുഗേറ്റ് എന്തായിരിക്കും? Z ഈക്വൽ ടു 7ന്റെ കോൺജുഗേറ്റ് Z ഈക്വൽ ടു 7 തന്നെ ആയിരിക്കും. കാരണം ഇത് 0 പ്ലസ് i, 7 പ്ലസ് 0i ആയിരിക്കും. പിന്നെ ഇവിടെ ചിഹ്നം മാറ്റുമ്പോ 7 മൈനസ് 0i. ഇത് 0i അവിടെ ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ എന്താ അർത്ഥം? 7 തന്നെയാണ്. അപ്പോ ഒരു കോംപ്ലക്സ് നമ്പറിൽ റിയൽ പാർട്ട് മാത്രമേ ഉള്ളൂ എങ്കിൽ അതിന്റെ കോൺജുഗേറ്റും അത് തന്നെയായിരിക്കും. എന്താ ഒരു കോംപ്ലക്സ് നമ്പർ? Z ഈക്വൽ ടു 5. ഇതിന്റെ കോൺജുഗേറ്റ് എന്ത് വരാ? ഐയുടെ ടേമിന്റെ ചിഹ്നം മാറ്റം അല്ലെ? ഐ ഭാഗത്തിന്റെ ചിഹ്നം മാറ്റം ഇവിടെ ആയില്ലല്ലോ. വേണമെങ്കിൽ ഐ ഉണ്ടാക്കുന്നില്ല. എന്താ നമ്മളെ കോംപ്ലക്സ് നമ്പർ? 0i ഫിറ്റ് ചെയ്യാം. ഇനി ഇവിടേക്ക് നോക്കാം. കോൺജുഗേറ്റ് പറഞ്ഞാൽ 5 അതുപോലെ ഇതാ പ്ലസ് 0i എന്താക്കുക? ചിഹ്നം മാറ്റിയിട്ട് മൈനസ് 0i എന്നാണ്. എന്താ 5 മൈനസ് 0i എന്ന് പറഞ്ഞാൽ 5 തന്നെ. കോംപ്ലക്സ് നമ്പർ 5 ആണ് എങ്കിൽ അതിന്റെ കോൺജുഗേറ്റും 5. 0i അല്ലേ, അവിടെ ചിഹ്നം മാറ്റിയിട്ട് എന്താ കാര്യമൊന്നുമില്ല. അതുകൊണ്ട് തരുന്ന കോംപ്ലക്സ് നമ്പർ റിയൽ പാർട്ട് മാത്രമുള്ളൂ എങ്കിൽ ആ കോംപ്ലക്സ് നമ്പർ തന്നെയായിരിക്കും അതിന്റെ കോൺജുഗേറ്റ്. അതായത് Z ഈക്വൽ ടു 8 മാത്രമേ ഉള്ളൂ എങ്കിൽ അതിന്റെ Z ബാറും എന്തായിരിക്കും? 8 ആയിരിക്കും. റിയൽ പാർട്ട് മാത്രം വരുന്ന കോംപ്ലക്സ് നമ്പറിനെ പ്യൂർലി റിയൽ എന്നാണ് പറയുന്നത്. സാധാരണ പ്ലസ് 3i 4i എന്നൊക്കെ ഉണ്ടാവേ. ഒരു കോംപ്ലക്സ് നമ്പറിന്റെ റിയൽ പാർട്ടിന് ശേഷം അതിന്റെ ഇമാജിനറി പാർട്ട് വരുന്നില്ല എങ്കിൽ എന്ന് പറഞ്ഞാൽ വെറും റിയൽ പാർട്ടും ഇല്ലെങ്കിൽ ആ കോംപ്ലക്സ് നമ്പറിനെ പ്യൂർലി റിയൽ, അത് പൂർണ്ണമായിട്ടും എന്താണ്? റിയൽ ആണ്. അടുത്ത കോംപ്ലക്സ് നമ്പർ Z ഈക്വൽ ടു 3i മാത്രമേ ഉള്ളൂ. 3i മാത്രം. അല്ലെങ്കിൽ നമ്പർ പ്ലസ് 3i അല്ലെങ്കിൽ നമ്പർ മൈനസ് 3 അല്ലെ? അല്ലെങ്കിൽ 3i പ്ലസ് 2, 3i മൈനസ് 2 അങ്ങനെ വരണ്ടേ? ഇത് Z ഈക്വൽ ടു 3i മാത്രം. ഇതില്
3i മാത്രമേ ഉള്ളൂ. 5 plus 3i ഇല്ല, 2 minus 3i അല്ല, അല്ലെങ്കിൽ 3i plus 20 ഒന്നല്ല. ഇത് വെറും i വരുന്ന ടേം മാത്രമേ ഉള്ളൂ. ഇത്തരം കേസ് റിയൽ പാർട്ടിലല്ലോ, അതുകൊണ്ട് ഇത്തരം കേസിൽ ഇങ്ങനെയുള്ള കോംപ്ലക്സ് നമ്പറിനെ പ്യൂർലി ഇമാജിനറി, അത് പൂർണ്ണമായിട്ടും ഇമാജിനറി ആണെന്ന് പറയും. z equal to 48i, z equal to -5i. കണ്ടാ, ഇങ്ങനെ എത്ര i മാത്രമേ. ഇനി വേണ്ട z equal to വെറും i മതി. വെറും i ആണ് 1i ആണ്. ശരിക്കും i plus 5 ഒക്കെ ആണ്, മൈനസ് എത്ര. വെറും i ആണെങ്കിൽ, വെറും i ന്റെ ടേം ഉള്ളെങ്കിൽ പ്യൂർലി ഇമാജിനറി എന്ന് പറയും. ഇത് i plus 8 ആണ്. ഇത് പ്യൂർലി റിയൽ അല്ല, ഇത് ശരിക്കും എന്താണ്, a plus ib ഫോർമുല. ഓക്കെ, അപ്പൊ ഇത്രയും കേസുകൾ z equal to 3i ആണെങ്കിൽ അതിന്റെ കോൺജുഗേറ്റ് എന്താ വരാനോ, റിയൽ പാർട്ടിൽ ഒന്നും ചെയ്യാതെ ഇമാജിനറി പാർട്ടിനല്ലേ നമ്മൾ ചിഹ്നം മാറ്റുക. ഇതിലാകെ ഇമാജിനറി പാർട്ട് 3i അല്ലേ, എന്റെ ചിഹ്നം മാറ്റുമ്പോൾ തരും -3i. അതായത് z ഉം z ബാറും ഈക്വൽ അല്ല, ആണോ? ഇവിടെ നോക്കും, z equal to 8 ആണെങ്കിൽ z bar equal to 8 ആണ്, z equal to 5 ആണെങ്കിൽ z ബാറും 5 വരിക. പ്യൂർലി റിയൽ ആണ് എങ്കിൽ ആ കോംപ്ലക്സ് നമ്പറും അതിന്റെ കോൺജുഗേറ്റും സെയിം ആയിരിക്കും, അതിന്റെ z ഉം അതിന്റെ z ബാറും സെയിം ആയിരിക്കും. കോംപ്ലക്സ് നമ്പർ പ്യൂർലി റിയൽ ആണ്. ഇത് പ്യൂർലി ഇമാജിനറി ആണ്. z equal to 3i ആണ്, അപ്പൊ അതിന്റെ z ബാർ 3i തന്നെയാണ് മുമ്പിൽ മൈനസ്. അപ്പൊ അവിടെ z equal to z ബാർ അല്ല, z ഉം z ബാറും ഈക്വൽ ആണ്. ഇത് 3i, ഇത് -3, അതായത് z equal to z ബാർ ആയിരിക്കും. 48 ആണ് കോംപ്ലക്സ് നമ്പറിന്റെ 48. ഇതിന്റെ കോൺജുഗേറ്റ് പറഞ്ഞാൽ 48 അതിന്റെ കോൺജുഗേറ്റ് -48i അല്ലേ? അപ്പൊ ഇത് രണ്ടും സെയിം ആണോ? അല്ല, ഇതിനെ മൈനസ് കൊടുത്താണ്. z equal to -5 ആണെങ്കിൽ z ബാർ ഈക്വൽ ടു തരാം, ആ -5 അതിന്റെ ചിഹ്നം മാറ്റുമ്പോ +5i. അപ്പൊ ഒന്ന് മൈനസ് ആണെങ്കിൽ മറ്റേ പ്ലസ് ആണ് മൈനസ്. അപ്പൊ z ഉം z ബാറും ഈക്വൽ അല്ല, ഒരാൾക്ക് മൈനസ് ആണ്. സോ z equal to z ബാർ ആയിരിക്കും. പ്യൂർലി ഇമാജിനറി ആണെങ്കിൽ z equal to z ബാർ, പ്യൂർലി റിയൽ ആണെങ്കിൽ z ഉം z ബാറും ഈക്വൽ ആയിരിക്കും. ഓക്കെ, ഇതാണ് നെക്സ്റ്റ് വൺ. മോഡുലസ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ. Consider the complex number z equal to a plus ib. Then the modulus of the complex number z is denoted by mod z and is defined to be the non-negative real number root of a square plus b square. z equal to a plus ib ആണെങ്കിൽ ഇത് 4 plus 3i നോ 9 plus 2i നോ -4 plus 6i അങ്ങനെ വരും അല്ലേ? ഒരു കോംപ്ലക്സ് നമ്പറിന്റെ കോൺജുഗേറ്റ് നമ്മൾ പറഞ്ഞു അല്ലേ? ഇനി ഒരു കോംപ്ലക്സ് നമ്പറിന്റെ മോഡുലസ് എങ്ങനെ കാണാം? z ആണെങ്കിൽ z ബാർ ആയത് കോൺജുഗേറ്റിനെ ഡിനോട്ട് ചെയ്യാം, z ആണെങ്കിൽ മോഡ് z ആണ് അതിനെ മോഡുലസ് ഡിനോട്ട് ചെയ്യാം. മോഡുലസ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ, റൂട്ട് ഓഫ് ഈ നമ്പറിന്റെ സ്ക്വയർ പ്ലസ് ആ നമ്പറിന്റെ സ്ക്വയർ. ഓക്കെ, i അല്ലാത്ത രണ്ടാൾക്കാരല്ലേ, അതിന്റെ സ്ക്വയറുകൾ തമ്മിൽ കൂട്ടും. സോ z equal to 5 plus 2i, z equal to 5 plus 2i ആണ് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ അതിന്റെ മോഡുലസ് എങ്ങനെ കാണാമോ? റൂട്ട് ഓഫ് i അടക്കട്ടെ, ആ നമ്പറിന്റെ സ്ക്വയർ ഈ നമ്പറിന്റെ സ്ക്വയർ കൂട്ടും. അവിടെ 5ന്റെ സ്ക്വയർ പിന്നെ 2ന്റെ സ്ക്വയർ അല്ലേ, ഈക്വൽ ടു റൂട്ട് ഓഫ് 5ന്റെ 25 2ന്റെ 4. സോ ലാസ്റ്റ് റൂട്ട് 29. z equal to 1 plus i. അതിന്റെ z ബാർ നമുക്കറിയാം 1 minus i, ഇവിടുത്തെ ചിഹ്നം മാറ്റാൻ മതി. മോഡ് z എങ്ങനെ കാണാം? റൂട്ട് ഓഫ് ഇത് ശരിക്കും 1 ആണ്, ഇത് ശരിക്കും i ആണ്. എത്ര i? ഒരു i അല്ലേ? അപ്പൊ ഇവിടുത്തെ രണ്ട് നമ്പറിന്റെ സ്ക്വയർ കൂട്ടാം, 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ ഈക്വൽ ടു റൂട്ട് ഓഫ് 1 സ്ക്വയർ 1 ആണ്, 1 സ്ക്വയർ 1 ആണ്. അപ്പൊ 1 plus 1 റൂട്ട് 2. ഓക്കെ, z ഈക്വൽ ടു -3 plus 4i ആണ് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ മോഡ് z എങ്ങനെ എഴുതാമോ? റൂട്ട് ഓഫ് ഒരിടത്ത് -3 ആണ്, പിന്നെ 4 ആണ്. -3ന്റെ സ്ക്വയർ ആണ്, 4ന്റെ സ്ക്വയർ ആണ്. റൂട്ട് ഓഫ് -3ന്റെ സ്ക്വയർ പ്ലസ് 3ന്റെ സ്ക്വയർ 9 ആണ്, 9 പ്ലസ് 16 അല്ലേ എന്ന് പറഞ്ഞാൽ റൂട്ട് 25 ആണ് എന്ന് പറഞ്ഞാൽ 5 ആണ്. അപ്പൊ കറക്റ്റ് ചിലപ്പോൾ റൂട്ടിന്റെ ഉള്ളിൽ പുറത്തുനിന്ന് കറക്റ്റ് പിന്നെ നാച്ചുറൽ നമ്പർ കിട്ടും, ഇല്ലെങ്കിൽ ഇതേമാതിരി റൂട്ട് 20 എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഒരു കോംപ്ലക്സ് നമ്പറിന്റെ കോൺജുഗേറ്റ് എന്ന് പറഞ്ഞാൽ ഐയുടെ ഭാഗത്ത് ചിഹ്നം മാറ്റിയാൽ മതി. മോഡുലസ് എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് അവിടെയുള്ള രണ്ട് നമ്പറിന്റെ നമ്പർ കാണുന്നതിൽ 1 ഉണ്ടാവും, അതിന്റെ സ്ക്വയർ കൂട്ടി അല്ലേ. z equal to 5 മാത്രമാണെങ്കിലോ z equal to 5 പ്യൂർലി റിയൽ ആണെങ്കിൽ അതിന്റെ മോഡ് z
അതിന്റെ z ബാർ എന്ന് വരിക 5 തന്നെയാണ് വരിക. z ബാർ മോഡ് z റൂട്ട് ഓഫ് ഇതിന്റെ സ്ക്വയർ എത്ര പ്ലസ് 0 i 5 സ്ക്വയർ പ്ലസ് 0 i സ്ക്വയർ ആണ് റൂട്ട് ഓഫ് 0 സ്ക്വയർ 0 ആണ് 5 സ്ക്വയർ 25 ഒന്നുമില്ല 5 അല്ലേ. ഇങ്ങനെയാണ് ഒരു കോംപ്ലക്സ് നമ്പറിന്റെ കോൺജുഗേറ്റ് അതുപോലെ മോഡുലസും കാണാം. ഓക്കെ, z equal to 7i minus 4. Find the conjugate and modulus of this complex number. ഇതിന്റെ മോഡുലസും കാണാം കോൺജുഗേറ്റും കാണാം. ശരിയല്ലേ? z ഇതാണെങ്കിൽ z ബാർ എന്താ i യുടെ ടേമിന്റെ ചിഹ്നം മാറ്റും. ഇതാണ് അതിന്റെ ടേമിന്റെ ചിഹ്നം മാറ്റും. അതായത് -4 നമ്മൾ ചെയ്തതാണ്. ഇമാജിനറി പാർട്ടിന്റെ ചിഹ്നം മാറ്റുമ്പോൾ 7i ന്റെ ചിഹ്നം മാറുമ്പോൾ -7i. ഇതാണ് അതിന്റെ കോൺജുഗേറ്റ്. മോഡ് z എങ്ങനെയാണ്? മോഡുലസ് റൂട്ട് ഓഫ് നമ്പറിന്റെ സ്ക്വയർ. ഇവിടെ 7 ന്റെ സ്ക്വയർ ആണ്, അത് 4 അല്ല -4 ന്റെ സ്ക്വയർ ആണ്. 7 ന്റെ സ്ക്വയർ 49 -4 ന്റെ സ്ക്വയർ 16 അല്ലേ. എത്രയാ 65 അല്ലേ. റൂട്ട് 65 ആണ് അതിന്റെ മോഡുലസ്. മറ്റത് ചിഹ്നം മാറ്റുമ്പോൾ അതാണ് കോൺജുഗേറ്റ്. ഓക്കെ, ശ്രദ്ധിക്കപ്പോ നടുവത്തെ ചിഹ്നം മാറ്റാൻ എന്നല്ല, ഇമാജിനറി ഐയുടെ ഭാഗം ഏതാണോ അതിന്റെ ചിഹ്നം മാറ്റും. പ്ലസ് ആണെങ്കിൽ മൈനസ് ആക്കണം, മൈനസ് ആണെങ്കിൽ പ്ലസ്. ഓക്കെ, z equal to 5i. അങ്ങനെയാണെങ്കിൽ z bar equal to 5i ന്റെ ചിഹ്നം മാറ്റാം -5i. അതിന്റെ മോഡുലസോ റൂട്ട് ഓഫ് ഇവിടുത്തെ സ്ക്വയർ പ്ലസ് അവിടെ പിന്നെ ഇല്ല, അപ്പൊ പിന്നെ 5 ന്റെ സ്ക്വയർ റൂട്ട് 5 ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ റൂട്ട് 25. 25 റൂട്ട് എന്തിനാ അല്ലേ. 1 പ്ലസ് i ആണ് കോംപ്ലക്സ് നമ്പർ എങ്കിൽ കോൺജുഗേറ്റ് എന്തിനാ അതിന്റെ ചിഹ്നം മാറ്റും 1 മൈനസ് i. മോഡുലസോ റൂട്ട് ഓഫ് ഇതിന്റെ സ്ക്വയർ പ്ലസ് ഇവിടുത്തെ നമ്പർ 1 സ്ക്വയർ 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ റൂട്ട് ഓഫ് 1 പ്ലസ് 1 റൂട്ട് 2. ഇങ്ങനെയാണ് ഒരു കോംപ്ലക്സ് നമ്പറിന്റെ കോൺജുഗേറ്റും അതുപോലെ മോഡുലസും കാണും. ഓക്കെ, ഇനി നോക്കാം. z equal to 4 plus 2i. ഇതിന്റെ കോൺജുഗേറ്റ് പറയുമോ? 4 plus 2i ന്റെ കോൺജുഗേറ്റ് 4 minus 2i അല്ലേ. ഇതിന്റെ കോൺജുഗേറ്റ് ആണ്. കോൺജുഗേറ്റ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ ഈസ് ആൾസോ എ കോംപ്ലക്സ് നമ്പർ. ഇതിന്റെ കോൺജുഗേറ്റ് ഇതൊരു കോംപ്ലക്സ് നമ്പർ ആണ്, അതിന്റെ കോൺജുഗേറ്റ് ഇതും ഒരു കോംപ്ലക്സ് നമ്പർ. ഇനി ഈ കോംപ്ലക്സ് നമ്പറിലേക്ക് നോക്ക്. ഇതിന്റെ പേരെന്താ? ഈ കോംപ്ലക്സ് നമ്പറിന്റെ പേരെന്താ? z ബാർ ആണ്. ഇത് z എന്ന കോംപ്ലക്സ് നമ്പർ, ഇത് അതിന്റെ z ബാർ എന്ന കോംപ്ലക്സ് നമ്പർ. ഇനി z ബാർ ഇല്ലേ താഴത്തെ z ബാർ, അതിന്റെ കോൺജുഗേറ്റ് എടുക്കുക. z ബാർ ദ ഹോൾ ബാർ, z ന്റെ ബാർ ആണിത് z ബാർ. ഇനി ഇതിന്റെ ബാർ എടുക്കുക, എന്നാൽ ഇതിന്റെ കോൺജുഗേറ്റ്. ഇതിന്റെ കോൺജുഗേറ്റ് എങ്ങനെ എടുക്കുക? ഇവിടുത്തെ ചിഹ്നം മാറ്റാം. 4 എഴുതാ 2i എഴുതാ, അവിടെ മൈനസ് ആണ് പ്ലസ് ആണ്. അപ്പൊ നമുക്ക് തന്നെ ഇത് പ്ലസ് ആയത് മൈനസ് ആക്കി, പിന്നെ ഇതിനെ മാറ്റുമ്പോൾ എന്താ പ്ലസ് തന്നെ അല്ലെ. അതായത് ഒരു കോംപ്ലക്സ് നമ്പറിന്റെ കോൺജുഗേറ്റിന്റെ കോൺജുഗേറ്റ് എടുത്താൽ എന്തിനെ കിട്ടാം? ആ കോംപ്ലക്സ് നമ്പറിനെ കിട്ടാം. The conjugate of a complex number is the complex number itself. അല്ലേ, ഒരു കോംപ്ലക്സ് നമ്പറിന് ചിഹ്നം മാറ്റി പിന്നെ ചിഹ്നം മാറ്റും. ചിഹ്നം മാറ്റാൻ പ്ലസ് മൈനസോ മൈനസ് പ്ലസ് ആവും. ആദ്യം മൈനസ് ആയിരുന്നെങ്കിൽ പ്ലസ് ആവും, പിന്നെ പ്ലസ് മൈനസ് ആവും. എന്തായാലും 2 പ്രാവശ്യം കോൺജുഗേറ്റ് എടുത്ത് പിന്നെ കോൺജുഗേറ്റ് എടുത്ത് എന്താ കിട്ടുക? ആ കോംപ്ലക്സ് നമ്പർ z equal to 8. കോംപ്ലക്സ് നമ്പർ എന്താ? അതിന് ചിഹ്നം മാറ്റാന് ചിഹ്നം മാറ്റാനില്ല തന്നെയാണ്. വീണ്ടും ചിഹ്നം മാറ്റി പിന്നെ കോൺജുഗേറ്റ് എടുത്താലോ അതിനെ കിട്ടും. അപ്പൊ പ്യൂർലി റിയൽ ആണെങ്കിൽ ആ കോംപ്ലക്സ് നമ്പർ അതിന്റെ പിന്നെ കോൺജുഗേറ്റും പിന്നെ കോൺജുഗേറ്റ് ഒക്കെ ഒന്നെ വരും. പ്യൂർലി റിയൽ കഴിഞ്ഞാൽ പ്യൂർലി ഇമാജിനറി 4i മാത്രമേ ഉള്ളൂ. z equal to -4i. അതിന്റെ z ബാറോ അപ്പൊ +4i, പിന്നെ ഈ z ബാറിന്റെ ബാറോ അപ്പൊ -4i. കണ്ടാ ഇതിനാണ് വരിക. പിന്നെ മാർക്ക് പിന്നെ ഒരു കോംപ്ലക്സ് നമ്പറിന്റെ കോൺജുഗേറ്റിന്റെ കോൺജുഗേറ്റ് എടുത്താൽ ആ കോംപ്ലക്സ് നമ്പർ തന്നെയാണ്. Two complex numbers are equal if and only if the corresponding real parts are equal and imaginary parts are equal. രണ്ട് കോംപ്ലക്സ് നമ്പർ ഈക്വൽ ആവണമെങ്കിൽ അതിന്റെ റിയൽ പാർട്ടുകൾ ഈക്വൽ ആവണം, ഇമാജിനറികൾ തമ്മിൽ ഈക്വൽ ആവണം. ഓക്കെ, 5 plus 8i.
ഇത് ഇവിടുത്തെ റിയൽ പാർട്ട്, ഇത് ഇവിടുത്തെ ഇമാജിനറി പാർട്ട്. ആ 5ഉം 8ഉം ജസ്റ്റ് അങ്ങോട്ട് മാറ്റിയാൽ 8 പ്ലസ് 5 i വരും. ഈ 5 പ്ലസ് 8 i അല്ല, 8 പ്ലസ് 5. ഇതൊരു കോംപ്ലക്സ് നമ്പർ ആണ്, ഇതും കോംപ്ലക്സ് നമ്പർ ആണ്. ഈ രണ്ട് കോംപ്ലക്സ് നമ്പർ ഈക്വൽ ആവണമെങ്കിൽ ഇവിടുത്തെ റിയൽ പാർട്ട് എത്രയാണോ 5 അല്ലേ, അതന്നെ വളരാൻ. ഇവിടുത്തെ ഇമാജിനറി ഏതാ, അതന്നെ വളരാൻ. എന്ന് പറഞ്ഞാൽ 5 ആണ് ഇവിടെ 5 തന്നെ, 8 ആണെങ്കിൽ 8 തന്നെ. എന്ന് പറഞ്ഞാൽ 5 പ്ലസ് 8 ഐക്ക് ഈക്വൽ ആരെന്നെ പറ്റുള്ളൂ, 5 പ്ലസ് 8 തന്നെ പറ്റുള്ളൂ. വേണമെങ്കിൽ തിരിച്ചു ചെയ്താ 8i പ്ലസ് 5. ഇതൊക്കെ തന്നെ, ഇതൊക്കെ ഒരേ കോംപ്ലക്സ് നമ്പർ. ആദ്യം റിയൽ പാർട്ട് ചെയ്ത നിർബന്ധമല്ല, ഇമാജിനറി പാർട്ട് ചെയ്ത് റിയൽ പാർട്ട് ചെയ്ത. ഇവിടെ നോക്കാം, ഇവിടുത്തെ റിയൽ പാർട്ട് തന്നെ അല്ലേ ഇവിടുത്തെ റിയൽ പാർട്ട്, അല്ലേ അല്ലേ? ഇവിടുത്തെ ഇമാജിനറി ആണ് ഇവിടെ ഇമാജിനറി. അപ്പൊ അതൊക്കെ ഒന്ന് തന്നെയാണ്. ഇത് ശ്രദ്ധിക്കുക, 5 പ്ലസ് 8i അല്ല, 8 പ്ലസ് 5i. 1 പ്ലസ് 9i അല്ല, 9 പ്ലസ് 1i. 4 മൈനസ് 6i അല്ല, 6 മൈനസ് 4i. ഇതൊന്നും ഈക്വൽ. 2 പ്ലസ് 8i ഈക്വൽ ആയിട്ട് ആരിനെ പറ്റുള്ളൂ, 2 പ്ലസ് 8i നെ പറ്റുള്ളൂ. ഇനി വേണമെങ്കിൽ തിരിച്ചു ചെയ്താൽ 8i പ്ലസ് 2. ഇത് രണ്ടും ഈക്വൽ ആണ്. റിയലിന്റെ റിയൽ വരണം, അപ്പൊ ഇമാജിനറികൾ തമ്മിൽ നമ്പർ. ഈ റിയൽ നമ്പറും ഇമാജിനറി അങ്ങോട്ടോട് മാറ്റി എഴുതാൻ പറ്റില്ല. ഓക്കെ, നമ്മള് റിലേഷണൽ ഫംഗ്ഷനിൽ പഠിച്ചു. ഓടെ പെയർ 7 2 എന്ന ഓടെ പെയറും 2 7 എന്നുള്ള ഓടെ പെയറും ഈക്വൽ അല്ല. രണ്ട് ഓടെ പെയർസ് ഈക്വൽ ആണെങ്കിൽ കറസ്പോണ്ടിങ് എക്സ് കോർഡിനേറ്റ്സ് ഈക്വൽ ആണ്, y കോർഡിനേറ്റ്സ് ഈക്വൽ. അതുപോലെ തന്നെ റിയൽ പാർട്ടുകൾ ഈക്വൽ ആണ്, ഇമാജിനറി പാർട്ടുകൾ ഈക്വൽ ആണ്. 5 പ്ലസ് 10i അല്ല, 10 പ്ലസ് 5i. മനസ്സിലാക്കിട്ടുണ്ട് കേട്ടോ. If 4x plus I into 3x minus 5 equal to 3 plus I into minus 6, where x and y are real numbers, find the value of x and y. ഇത് 4x I into നമ്പർ, ഇത് നമ്പർ ആണ്. ഒരു നമ്പർ പ്ലസ് I into വേറെ നമ്പർ ഈക്വൽ ടു 3 പ്ലസ് I into വേറെ നമ്പർ. അപ്പൊ ഇവിടെ അതിന്റെ കൂടെ വരുന്നത് -6 ആണ്. ഇവിടെ അതിന്റെ കൂടെ 3 ഉണ്ട്, 3 ആണ് അതിന്റെ കൂടെ വരുന്നത്. ഇത് 3 മാത്രം റിയൽ പാർട്ടാണ്. ഇത് 4x, ഇതിൽ I ഇല്ല. അപ്പൊ ഇതും ഈ രണ്ടെണ്ണം റിയൽ പാർട്ടുകളാണ്, ഇത് രണ്ടും ഇമാജിനറി പാർട്ടുകളാണ്. ഈ രണ്ട് കോംപ്ലക്സ് നമ്പർ ഈക്വൽ ആണ് എങ്കിലാണ് ഇത് രണ്ടും ഈക്വൽ തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എക്സിന്റെ വൈന്റെ വാല്യൂ ആണ്. അപ്പൊ ഇത് രണ്ടും ഈക്വൽ ആണ് എടുക്കുക, എന്നിട്ട് എന്ത് എക്സിന്റെ വൈന്റെ വാല്യൂ ആണ്. അപ്പൊ റിയൽ പാർട്ട് ഈക്വൽ ആവില്ലേ? റിയൽ പാർട്ട് ഏതൊക്കെയാണ്? ഇവിടെ 4x, അവിടെ 3. അപ്പൊ 4x എന്ന റിയൽ പാർട്ട് അവിടെ 3 എന്ന റിയൽ പാർട്ടിന് ഈക്വൽ ആണ്. സോ ഫ്രം ഹിയർ വി വിൽ ഗെറ്റ് x is equal to 3/4 അല്ലേ? എക്സിന്റെ വാല്യൂ കിട്ടും. ഇനി വൈന്റെ വാല്യൂ കിട്ടും. ഇവിടെ അതിന്റെ കൂടെ വരുന്നതാ 3x minus 5, അവിടെ അതിന്റെ കൂടെ വരുന്നതോ -6. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഇമാജിനറി പാർട്ട് ഏതാ? 3x minus 5 ഈക്വൽ ടു അവിടെയാ -6. അപ്പൊ ഇമാജിനറികൾ തമ്മിൽ ഈക്വൽ ആണ് അല്ലെ? ഇനി എക്സിന്റെ വാല്യൂ ഇതാ 3/4, അവിടെ കൊടുക്കാം. 3 into 3/4, ബാക്കി അതുപോലെ ഇതാ -y ഈക്വൽ ടു -6. ഇത് 9/4 ആണ്, -y ഈക്വൽ ടു -6. ഇനി ചെയ്യുന്നത് 9/4 അവിടെ, ഈ -y അങ്ങോട്ട് പോവുക, ആ -6 ഉണ്ട്. ഈ -y അങ്ങോട്ട് പോകുമ്പോ +y, -6 കിട്ടുമ്പോ +6. ഇത് ക്രോസ് ചെയ്യും. അപ്പൊ വൈന്റെ വാല്യൂ 9 പ്ലസ് ഇത് ക്രോസ് ചെയ്താ 24 അല്ലെ? 24/4 കൊടുത്താൽ 24 പ്ലസ് 9 33 അല്ലെ? 33/4. ഇതാണ് വൈന്റെ വാല്യൂ. ഓക്കെ ഓക്കെ, നെക്സ്റ്റ് വൺ, ആൾജിബ്ര ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ്. കോംപ്ലക്സ് നമ്പറിന്റെ ആൾജിബ്രയാണ്. ആൾജിബ്ര എങ്ങനെയാണ് കോംപ്ലക്സ് നമ്പർ കൂട്ടുക, കുറക്കുക, ഗുണിക്കുക, അതിന്റെ ക്രിയകളാണ്. അപ്പൊ അതിൽ നമുക്ക് ആദ്യം അഡിഷൻ നോക്കാം. രണ്ട് കോംപ്ലക്സ് നമ്പർ, 2 3 6 കോംപ്ലക്സ് നമ്പർ എങ്ങനെ ആഡ് ചെയ്യുക, അഡിഷൻ ആണ് ആദ്യം പറയുന്നത്. ഓക്കെ, 8 + 2i ഒരു കോംപ്ലക്സ് നമ്പറാണ്. 5 + 3 + 5 ഇതൊരു കോംപ്ലക്സ് നമ്പർ. ഈ രണ്ട് കോംപ്ലക്സ് നമ്പറും കൂട്ടൽ എങ്ങനെയാ വെച്ചാൽ റിയലും റിയലും കൂട്ടാം.
ഇമാജിനറി കൂട്ടാം. 8ഉം 3ഉം രണ്ടും പോസിറ്റീവാണ്, അതുകൊണ്ട് 8ഉം 3ഉം പായുന്നുണ്ട്. 2i-യും 5i-യും പോസിറ്റീവാണ്, 2i-യും 5i-യും കൂട്ടിയാൽ 7i. സോ ലാസ്റ്റ് ആൻസർ 11 പ്ലസ് 7. -3 - 5i എന്ന കോംപ്ലക്സ് നമ്പറും 4 + 20i എന്ന കോംപ്ലക്സ് നമ്പറും കൂട്ടാം. എങ്ങനെ കൂട്ടാം? -3യും +4ഉം എത്രയെന്ന് നോക്കാം. -3 + 4 ഇതല്ലേ റിയൽ. ആ റിയൽ 4 ന്ന് 3 പോയി, എത്രയാ? 1 + 1 അല്ലേ. -5i ഉണ്ട്, +20i ഉണ്ട്. 5i കുറക്കുക, 20i ആണ് പ്ലസ്. 20i ന്ന് 5i പോയി, ബാക്കി 15 പോസിറ്റീവ് അല്ലേ. 5 -8 - 4i പ്ലസ് -84 + 2i. നമുക്ക് കൂട്ടണം. കൂട്ടാൻ പിന്നെ നോക്കേണ്ട ആവശ്യമില്ല. -8ഉം -84 നോക്കാം. രണ്ടും മൈനസ് ആണ്. 84ഉം 8ഉം രണ്ടും മൈനസ് ആണ്, കൂട്ടിയിട്ട് മൈനസ് ഇല്ല. 84ഉം 8ഉം 92 അല്ലേ, കൂട്ടിയിട്ട് മൈനസ്. അപ്പൊ ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ -92. ഓക്കെ. പിന്നെ -4i + 2i. 4i മൈനസ് ആണ്, 2i പ്ലസ് ആണ്. മൈനസും പ്ലസും ആണെങ്കിൽ വലുതും ചെറുത് കുറക്കും. 4i ന് 2i പോയാൽ ബാക്കി 2i. വലുതിന്റെ സൈൻ ഇതാണ് വലുത്, മൈനസ്. 2i ഉണ്ട്, ഒരു മൈനസ് ഉണ്ട്. സോ -2. ഇങ്ങനെയാണ് രണ്ട് കോംപ്ലക്സ് നമ്പറുകൾ തമ്മിൽ കൂട്ടുക. ഇനി അങ്ങനെ അടുത്ത് നമുക്ക് നോക്കാം രണ്ട് കോംപ്ലക്സ് നമ്പർ എങ്ങനെ കുറക്കാം കേട്ടോ, സബ്ട്രാക്ഷൻ. ഓക്കെ ഓക്കെ. 3 + 16i യും 2 + 5i ഉണ്ട്. ഇതിൽ നിന്നും അത് കുറക്കാണ്. ഈ കോംപ്ലക്സ് നമ്പർ മൈനസ് ആ കോംപ്ലക്സ് നമ്പർ നമ്മൾ കുറക്കാൻ എങ്ങനെ വെച്ചാൽ കൂട്ടാൻ നമുക്ക് ഇങ്ങനെ നോക്കിയാൽ മതിയാവും. കുറക്കാവുമ്പോ ഈ മൈനസ് ഇതിലും ഡിപ്പെൻഡ് ചെയ്യും. ഇത് രണ്ടോടത്തും കൊടുക്കും. ഇത് അതുപോലെ ഇതാ 3 + 16i അതുപോലെ ഇതാ ബ്രാക്കറ്റ് വേണം. ഈ മൈനസ് ഇങ്ങോട്ടും കൊടുക്കാം, ഇങ്ങോട്ടും കൊടുക്കാം. ഇത് ഇങ്ങോട്ട് വരുമ്പോ 2 എന്നുള്ള -2 ആവും. ഈ മൈനസ് ഇങ്ങോട്ട് വരുമ്പോ 5i എന്താവും, -5i. അപ്പൊ അങ്ങനെ വരും. ഇനി നമുക്ക് നോക്കാം ഈ റിയലും 3 എന്ന റിയലും -2. 3യും -2 വരുന്നില്ല. 3 ന്ന് 2 / 1 അല്ലേ. 16i പോസിറ്റീവ് ആണ്, 5i നെഗറ്റീവ് ആണ്. അപ്പൊ 16i ന്ന് 5i പോയി, ബാക്കി 16 ന്ന് 5 എത്രയില്ല, 11i അല്ലേ. 11i അല്ല. അപ്പൊ റിയലുകൾ തമ്മിൽ കുറച്ച് 1 കിട്ടി. 16i ന്ന് 5i പോയി, ബാക്കി 11i. ഓക്കെ. -7 - 8 -5 - 2 തമ്മിൽ എങ്ങനെ കുറക്കാൻ? കുറക്കുമ്പോ ഒരു സ്റ്റെപ്പ് എക്സ്ട്രാ ചെയ്തത്. -7 - 8 ചെയ്തിട്ട് ഈ മൈനസ് ഇങ്ങോട്ട് കൊടുക്കും. ഇങ്ങോട്ട് കൊടുക്കുമ്പോ -5 ആവും. 5 എന്നുള്ള -5 ആവും. ഈ മൈനസ് ഇങ്ങോട്ട് വരുമ്പോ ഈ മൈനസ് ഇങ്ങോട്ട് വരുമ്പോ +2 അല്ലേ. രണ്ട് മൈനസ് അല്ലേ, +2 ഈക്വൽ ടു -7 ഉം -5 നോക്കാം. റിയൽ അല്ലേ. ഈ റിയലും -5 -7 രണ്ട് മൈനസ് ആ, കൂട്ടിയിട്ട് മൈനസ് ഇല്ല, -12 -8i യും +2i. ഒന്ന് മൈനസ് ഒന്ന് പ്ലസ് ആണെങ്കിൽ കുറക്കുക, വലുതിന്റെ ചിഹ്നം കൊടുക്കുക. 8i ന് 2i പോയാൽ ബാക്കി 6i അല്ലേ. വലുതിന്റെ ചിഹ്നം മൈനസ്. സോ ആൻസർ -12 - 6. ഇങ്ങനെയാണ് രണ്ട് കോംപ്ലക്സ് നമ്പർ കുറക്കുക. ഓക്കെ. നെക്സ്റ്റ് വൺ മൾട്ടിപ്ലിക്കേഷൻ. രണ്ട് കോംപ്ലക്സ് നമ്പർ എങ്ങനെയാ മൾട്ടിപ്ലൈ ചെയ്യാം? മൾട്ടിപ്ലൈ നമ്മൾ ചെയ്യേണ്ട കൂട്ടേണ്ട കാര്യം i² എന്ന് പറഞ്ഞാൽ -1. i = √-1 മനസ്സിലാമല്ലേ. i = √(-1) ആണ് കോംപ്ലക്സ് നമ്പറിൽ വരുന്നത്. i = √-1 എന്ന് പറഞ്ഞാൽ i² സ്ക്വയർ ചെയ്യുമ്പോൾ i² ഇവിടെ √-1 സ്ക്വയർ ചെയ്താൽ -1. i² കണ്ടാ -1 കൊടുക്കാം. കോംപ്ലക്സ് നമ്പർ ഗുണിക്കാൻ. അപ്പൊ ഇങ്ങനെ സ്റ്റെപ്പ് വന്നാൽ നമുക്ക് -1 എന്ന് കൊടുക്കാം. എങ്ങനെ രണ്ട് കോംപ്ലക്സ് നമ്പർ മൾട്ടിപ്ലൈ ചെയ്യാം? റിയൽ പ്ലസ് ഇമാജിനറി. ഇത് റിയൽ പ്ലസ് ഇമാജിനറി. ഇത് ഇങ്ങോട്ടും ഗുണിക്കാം, അങ്ങോട്ടും ഗുണിക്കാം. അപ്പൊ 2 × 4 അല്ലേ, 2 × 4. അടുത്ത 2 × 3i, 2 × 3i. നെഗറ്റീവ് ഒന്നുമില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. ഇനി i × 4, i × 4. അടുത്ത i × 3i അല്ലേ, i × 3i. ഓക്കെ, പരസ്പരം. ഇനി 2 × 4 എത്ര? 8.
2 ഉം 3 ഉം ഗുണിച്ച 6, പിന്നെ ഒരു ഐ ഉണ്ട്, അപ്പൊ 6 ആയി. നെഗറ്റീവ് ഒന്നുമില്ല, അതുകൊണ്ട് പ്ലസ് കൊടുക്കാം. ഐയും 4 ഗുണിച്ചാൽ 4i, നെഗറ്റീവ് ഇല്ല, അതുകൊണ്ട് പ്ലസ്. 3 അതുപോലെ ഇല്ല, പിന്നെ ഐയും ഗുണിച്ചാൽ i സ്ക്വയർ, ഇവിടെ മൈനസ് ഒന്നും ഇല്ല, അതുകൊണ്ട് പ്ലസ് കൊടുക്കും. ഇത് 8, ഇത് ഗുണിച്ചാൽ 6 ആയി, ഇത് ഗുണിച്ചാൽ 4 ഉം i വരും, ഇത് ഗുണിച്ചാൽ 3 അതുപോലെ ഐയും i സ്ക്വയർ അടുത്തപ്പോൾ എന്താവും? -1 ആവും കേട്ടോ. 8 അതുപോലെ ഇല്ല. ഇത് നമുക്ക് തീരുമാനം. 6i ഉം 4i ഉം കൂട്ടാം. 6i ഉം 4i പോസിറ്റീവ് ആണ്, അതുകൊണ്ട് 10. പിന്നെ പ്ലസ് 3 ഇൻറ്റു -1 അല്ലെ, i സ്ക്വയറിന് അവിടെ -1 ആണ്. അപ്പൊ 8 എഴുതാം, പ്ലസ് 10i എഴുതാം. 3 ഇൻറ്റു -1 എത്ര? -3 ആണ്. ഇത് റിയൽ ആണ്, ഇത് ഇമാജിനറി, ഇത് റിയൽ ആണ്. അപ്പൊ ആ റിയലും 8 3 പോയി, ഇത് കുറക്കല്ലേ, 8 3 പോയാൽ 5, പിന്നെ ബാക്കിയുള്ള ഇമാജിനറി 10i ചെയ്തു. അതാണ് ആൻസർ. 5 പ്ലസ് 10i ആണ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. രണ്ട് കോംപ്ലക്സ് നമ്പർ മൾട്ടിപ്ലൈ ആണ്. 9 മൈനസ് 4i ഇൻറ്റു -10 പ്ലസ് 3i. ഇതും ഇതും മൾട്ടിപ്ലൈ. ഏതാ? 9 ഇൻറ്റു -10 അല്ലേ? പിന്നെ എങ്ങനെ അങ്ങോട്ട്? അപ്പോഴോ 9 ഇൻറ്റു 3i അല്ലേ? ഇങ്ങനെ -4i ഇൻറ്റു -10, പിന്നെ -4i ഇൻറ്റു 3i. ഓക്കെ, ഈക്വൽ 9 10 ഗുണിച്ചാൽ 90 ആണ്, പക്ഷെ ഇതൊരു മൈനസ് ഉണ്ട്, അതുകൊണ്ട് മൈനസ്. 3 9 ഗുണിച്ചാൽ 27 ആണ്, ഒരു ഐ ഉണ്ട്, മൈനസ് ഒന്നുമില്ല, അതുകൊണ്ട് പ്ലസ്. 4 10 ഗുണിച്ചാൽ 40 ആണ്, ഒരു ഐ ഉണ്ട്, 2 മൈനസ് അതുകൊണ്ട് പ്ലസ്. 4 3 ഗുണിച്ചാൽ 12 ആണ്, ഐയും ഐ സ്ക്വയർ ആവും, ഒരു മൈനസ് ഉള്ളൂ, അതുകൊണ്ട് മൈനസ്. ഈക്വൽ ടു -90 അതുപോലെ ഇത്. 27 ഐയും പോസിറ്റീവ് ആണ്, 40 ഐയും പോസിറ്റീവ് ആണ്. അപ്പൊ 27 40 കൂട്ടിയാൽ മതി, 67 പ്ലസ് അല്ലേ, ഐ കൊടുക്കും. പിന്നെ -12 ഐ സ്ക്വയർ, -12 എഴുതി, ഐ സ്ക്വയർ ഞാൻ -1 എഴുതി, -90 എഴുതി, പ്ലസ് 67 ഐ എഴുതി. ഈ രണ്ട് മൈനസ് ഗുണിച്ചാൽ പ്ലസ്, 12 ഗുണിച്ചാൽ 12. ഇനി ഇത് രണ്ടും റിയൽ പാർട്ടാണ്. -90 പ്ലസ് 12, 90 12, വലുത് ചെറുത് കുറക്കാം, മൈനസ് പ്ലസ് അല്ലേ, കുറക്കുക വലുതിന്റെ ചിഹ്നം. 90 12 വെച്ചാൽ 78 അല്ലെ, വലുതിന്റെ ചിഹ്നം മൈനസ് ആണ്. സോ -78 പ്ലസ് 67. നെക്സ്റ്റ് വൺ, ഡിവിഷൻ. രണ്ട് കോംപ്ലക്സ് നമ്പർ തമ്മിൽ എങ്ങനെ ഡിവൈഡ് ചെയ്യണം? 2 പ്ലസ് ഐനെ ഹരിക്കണം, ഏതുകൊണ്ടാ? 3 മൈനസ് 4i. ഇവിടെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഡിനോമിനേറ്റർ ഏതാണോ നോക്കുക, അതിന്റെ കോൺജുഗേറ്റ് കൊണ്ട് രണ്ട് ഭാഗത്തും മൾട്ടിപ്ലൈ ഓൺ ബോത്ത് സൈഡ് ബൈ ദ കോൺജുഗേറ്റ് ഓഫ് ഇസ് ഡിനോമിനേറ്റർ. ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും എന്ത് ചെയ്യണം? ഇതിന്റെ കോൺജുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ 2 പ്ലസ് ഐ അടക്കട്ടെ, 3 മൈനസ് 4i അടക്കട്ടെ. അതല്ലേ നമ്മുടെ ക്വസ്റ്റ്യൻ. ഇവിടെ മുകളിലും താഴെയും ഒരേ ഒരു നമ്പർ, കോംപ്ലക്സ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ. ഏതാ കോംപ്ലക്സ് നമ്പർ? ഇവിടെ സി നമ്പറിനെ ഇവിടെ ചെയ്യാം. 3 മൈനസ് 4i അല്ലേ നമ്മുടെ ഡിനോമിനേറ്റർ. ഇവിടെ നോക്കണ്ട, ഇതിന്റെ കോൺജുഗേറ്റ് എന്താ? ഇതിന്റെ മാത്രം കോൺജുഗേറ്റ് 3 മൈനസ് 4i ന്റെ കോൺജുഗേറ്റ് എന്താ? 3 പ്ലസ് 4i അല്ലേ? അത് ഇവിടെ ഇവിടെ ഇട്ട് കൊടുക്കാം. ഡിനോമിനേറ്റർ ഏതാണോ അതിന്റെ കോൺജുഗേറ്റ് രണ്ടോടത്തും ഗുണിക്കാം കേട്ടോ. അപ്പൊ 3 പ്ലസ് 4i ഇവിടെയും കൊടുക്കാം, 3 പ്ലസ് 4i അവിടെയും കൊടുക്കാം, ഈക്വൽ ടു. ഇനി ഇത് തമ്മിൽ ഗുണിക്കാം. 2 ഇൻറ്റു 3, അടുത്ത 2 ഇൻറ്റു 4i, പിന്നെ i ഇൻറ്റു 3, പിന്നെ i ഇൻറ്റു 4i, i ഇൻറ്റു 4i അല്ലേ? ഇങ്ങനെ ന്യൂമറേറ്ററിൽ രണ്ടും തമ്മിൽ ഗുണിച്ചു. ഇത് 3 മൈനസ് 4i ഉം 3 പ്ലസ് 4i. ഇത് a മൈനസ് ബിന്റെ a പ്ലസ് ബി എന്നുള്ള മോഡലാണ്. അതിനനുസരിച്ച് നമ്മൾ ചെയ്തത്. a മൈനസ് ബിന്റെ a പ്ലസ് ബി എന്ന് പറഞ്ഞാൽ a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ, ഇതിന്റെ സ്ക്വയർ മൈനസ് ഇതിന്റെ സ്ക്വയർ. ഇതാണ് a സ്ക്വയർ മൈനസ് ഇതാണ് ബി സ്ക്വയർ. ആദ്യത്തെ ഇതാണ് a.
സ്ക്വയർ മൈനസ് ഏതാ ബി സ്ക്വയർ എ എന്ന് പറഞ്ഞതാണ് എ സ്ക്വയർ മൈനസ് ബി എന്ന് പറഞ്ഞാലോ 4i ആണ്. അപ്പൊ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എഴുതാ ഈക്വൽ ടു ഇത് 6 എഴുതാ ഇത് പ്ലസ് ഇട്ട് എത്ര ഇതാ 2 into 4 8i ഇത് പ്ലസ് 3i ഇത് പിന്നെ പ്ലസ് 4 ഉം i സ്ക്വയർ അപ്പൊ 4 into i സ്ക്വയർ മൈനസ് 1 ഇതാ 4 into മൈനസ് 3 ന്റെ സ്ക്വയർ 9 ഈ മൈനസ് ഇട്ടു ഈ സ്ക്വയർ രണ്ടാക്കും കൊടുക്കാം ഇവന്റെ സ്ക്വയർ എടുക്കുമ്പോ 4 ന്റെ സ്ക്വയർ 16 ആവും ഐക്ക് സ്ക്വയർ എടുക്കുമ്പോ i സ്ക്വയർ അല്ലെ ഈ 6 എഴുതാം 8i 3i കൂട്ടിയ 11i അല്ലേ 11i 4 into മൈനസ് 1 മൈനസ് 4 9 അതുപോലെ ഇല്ല ഇത് മൈനസ് 16 into മൈനസ് 1 മൈനസ് 16 into മൈനസ് 1 അല്ലേ അപ്പൊ മൈനസ് 16 into മൈനസ് 1 ഇറ്റ് ഈസ് ഈക്വൽ ടു ഇത് 6 ഇത്ര പോയി 6 എത്ര 4 കുറഞ്ഞു 6 4 എത്ര 2 പിന്നെ ഒരു 11 ആയി അവിടെ ഉണ്ട് അല്ലേ താഴെ ഇത് 16 പ്ലസ് ആവും 9 പ്ലസ് 16 വരാം 9 പ്ലസ് 16 എന്ന് പറഞ്ഞാൽ 25 വരും എന്തിനാ 25 so 2 plus 11i by 25 വരും ഓക്കെ ഓക്കെ ഇതാണ് 1 plus i by 1 minus i എങ്ങനെ ഡിവൈഡ് ചെയ്യണം 1 plus i by 1 minus ഇതല്ലേ നമ്മുടെ ക്വസ്റ്റ്യൻ ഇവിടെ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും നമ്മൾ ഒരു നമ്പർ കോംപ്ലക്സ് നമ്പർ ഗുണിക്കണം ഏതാ ഡിനോമിനേറ്ററിലെ കോംപ്ലക്സ് നമ്പർ ഏതാ 1 minus i അല്ലേ അതിന്റെ കോൺജുഗേറ്റ് എന്താ 1 minus i ന്റെ കോൺജുഗേറ്റ് 1 plus i അല്ലേ ആ 1 plus i ഇവിടെയും ഗുണിക്കുക ഇവിടെയും ഗുണിക്കുക ഇപ്പൊ ഇത് രണ്ടും ഒന്ന് തന്നെയാണ് അത് കുഴപ്പമില്ല 1 plus i ഗുണിക്കുക 1 into 1 അത് 1 പിന്നെ 1 ഉം i യും ഗുണിച്ചാൽ അത് i ആണ് പിന്നെ i യും 1 ഉം ഗുണിച്ചാൽ അതും i ആണ് i യും ഗുണിച്ചാൽ i സ്ക്വയർ വരും ഒക്കെ പ്ലസ് നമ്മൾ പറയാം 1 ഉം 1 ഉം ഗുണിച്ചാൽ 1 1 into i എന്ന് പറഞ്ഞാൽ അത് i ആണ് ഇനി i into 1 അതും i ആണ് i into i സ്ക്വയർ താഴെ പിന്നെ നമ്മൾ പറഞ്ഞു ഇത് a plus b ന്റെ a minus b മോഡലാണ് അങ്ങനെ ആവാൻ വേണ്ടിട്ട് താഴത്തെ ഡിനോമിനേറ്ററിലെ i പോകാൻ വേണ്ടിട്ട് നമ്മൾ അങ്ങനെ ചെയ്യുന്നു കോൺജുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ 1 minus i into 1 plus i a square minus b square a plus b minus b അപ്പൊ a square minus b square ഇതാണ് a ഇതാണ് b 1 square minus i square 1 square minus i square equal ഈ 1 എഴുതി ഒരു i യും പാടെ കൂട്ടിയത് 2 i എഴുതാം ഈ i സ്ക്വയർ നമുക്ക് എന്ത് ചെയ്യാം ഇത് പ്ലസ് ആണ് i സ്ക്വയർ മൈനസ് 1 എഴുതി ഈ 1 സ്ക്വയർ 1 എഴുതി ഈ മൈനസ് ഇട്ടു ഈ മൈനസ് പിന്നെ i സ്ക്വയറോ ഈ 1 സ്ക്വയറിനെ 1 എഴുതി മൈനസ് 1 അതുപോലെ ഇട്ടു മൈനസ് അതുപോലെ ഇട്ടു ഇനി i സ്ക്വയറിന്റെ വാല്യൂ കൊടുക്കണം മൈനസ് 1 ഈ മൈനസ് ആണെന്നോട്ടെ അത് കൂടാതെ ഒരു മൈനസ് 1 ഓക്കെ ഈ മൈനസ് 1 പ്ലസ് 1 പോകും ബാക്കി മുകളിൽ 2i ആണ് വരിക ഇത് 1 പ്ലസ് 1 വരും അതായത് 2i മുകളിൽ 1 പ്ലസ് 1 2 into കട്ട് ചെയ്ത ലാസ്റ്റ് ആൻസർ എന്തുണ്ടാവുള്ളൂ i ആണ് ഓക്കെ ഇങ്ങനെ രണ്ട് കോംപ്ലക്സ് നമ്പർ തമ്മിൽ ഡിവൈഡ് ചെയ്യാം കേട്ടോ ഓക്കെ നെക്സ്റ്റ് പവേഴ്സ് ഓഫ് i ന്റെ പവർ നമ്മൾ i സ്ക്വയറിന്റെ വാല്യൂ മൈനസ് 1 എന്ന് പറഞ്ഞല്ലേ കാരണം i ഈക്വൽ ടു റൂട്ട് മൈനസ് 1 ആയതുകൊണ്ട് i സ്ക്വയർ ഇനി i raised to 3 i raised to 4 i raised to 5 i raised to 20 i raised to 100 i raised to 74 i ന്റെ പവറുകളുടെ പ്രത്യേകതയാണ് പറയാൻ you know that i equal to root minus 1 അല്ലേ i എന്നാണ് റൂട്ട് മൈനസ് i സ്ക്വയർ മൈനസ് 1 ഇനി i ക്യൂബ് ഈക്വൽ ടു i ക്യൂബ് എന്ന് പറഞ്ഞാൽ i സ്ക്വയറിനെ i കൊണ്ട് ഗുണിച്ചതല്ലേ i ക്യൂബ് പറഞ്ഞാൽ i സ്ക്വയർ ഇൻറ്റു i ആണ് i സ്ക്വയർ എന്നത് i സ്ക്വയർ മൈനസ് 1 ഇൻറ്റു i മൈനസ് 1 ഇൻറ്റു i പറഞ്ഞാൽ മൈനസ് i ക്യൂബ് i റേസ് ടു 4 എന്താവുന്നു i റേസ് ടു 4 നമുക്ക് എഴുതാം i ക്യൂബ് ഇൻറ്റു i എഴുതാം അല്ലെങ്കിൽ i സ്ക്വയറിന്റെ i സ്ക്വയർ അങ്ങനെ എഴുതിക്കൂടെ i ക്യൂബിനെ i കൊണ്ട് ഗുണിച്ചതാണ് i ക്യൂബിന്റെ വാല്യൂ എത്ര മൈനസ് i അതിനെ i കൊണ്ട് ഗുണിച്ചതാണ് ഈക്വൽ ടു മൈനസ് അതുപോലെ ഇടാം i യും പാടെ i സ്ക്വയർ ആകും മൈനസ് അതുപോലെ ഇടാം i സ്ക്വയറിന്റെ വാല്യൂ മൈനസ് 1 അപ്പൊ മൈനസ് 1 ആകുമ്പോ പ്ലസ് 1 അല്ലെങ്കിൽ വേണ്ട i റേസ് ടു 4 എന്ന i സ്ക്വയറിന്റെ i സ്ക്വയർ അല്ലേ മൈനസ് 4 എത്ര ഇടാം മൈനസ് 1 ഇൻറ്റു മൈനസ് 1 അങ്ങനെ ചെയ്താൽ പോരെ എന്തായാലും എന്താ i റേസ് ടു 4 എഴുതി i റേസ് ടു 5 നെ i റേസ് ടു 4 നെ i കൊണ്ട് ഗുണിച്ചതാണ് i റേസ് ടു 4 എത്ര
അത് 1 ഇൻറ്റു ഐ ആണത്രേ, അത് ഐ തന്നെയാണ്. I raised to 6, I raised to 5 ഐ കൊണ്ട് ഗുണിച്ചാണ്. I raised to 5 ആണ് എന്താ ഐ ഉണ്ട്, ഇൻറ്റു ഐ എന്ന് പറയുമ്പോ ഐ സ്ക്വയർ വരും അല്ലെ. ഈ ഐ സ്ക്വയർ -1 ആണ്. I raised to 7 എന്ന് പറഞ്ഞാൽ I raised to 6 നിങ്ങൾക്ക് അറിയില്ലേ, അതിന് ഐ കൊണ്ട് ഗുണിച്ചതാണ്. I raised to 6 into I. I raised to 6 ന്റെ വാല്യൂ -1 into I, അപ്പൊ മൈനസ് ഐ വരും. I raised to 8 പറഞ്ഞാൽ I raised to 4 ന്റെ I raised to 4 അങ്ങനെ ആലോചിച്ചാൽ മതി. അല്ലെങ്കിൽ I raised to 7 into I. I raised to 7 പറഞ്ഞാൽ മൈനസ് ആണ്, ഐ ആണ്. പിന്നെ ഐ ചെയ്യുമ്പോ അതാവില്ല, മൈനസ് ഐ ഇൻറ്റു ഐ പറഞ്ഞാൽ മൈനസ് ഐ ഉണ്ട്, അത്രയില്ല +1 ആവില്ല. മൈനസ് ഇട്ടു -4 -1 2 മൈനസ് പ്ലസ് ആവും +1 വരും. I raised to 9, I raised to 10 അങ്ങനെ I raised to എത്രയും ചെയ്യാം. ഇവിടെ കിട്ടിയ വാല്യൂസ് നോക്കാം. -1 കിട്ടുന്നുണ്ട് ഇവിടെ ഇവിടെ, -i കിട്ടുന്നുണ്ട് ഇവിടെ ഇവിടെ, +1 കിട്ടുന്നുണ്ട് ഇവിടെ ഇവിടെ. അതിന്റെ പവർ 2 ആണെങ്കിലും പിന്നെ 6 ആണെങ്കിലും പിന്നെ വേറെ പിന്നെ പറയാം ഒക്കെ -1 ഉണ്ട്. പവർ 3 ആണെങ്കിലും 7 ആണെങ്കിലും ഒക്കെ കിട്ടുന്നത് -i ആണ്. പവർ 4 ആണെങ്കിലും പവർ 8 ആണെങ്കിലും ഒക്കെ +1 വരും. അപ്പൊ പവർ 25 ആണ് എന്താ വരിക, പവർ 44. I raised to 43, I raised to 49, I raised to 20, I raised to 74 ഒക്കെ എത്രയാണെന്ന് അറിയണമെങ്കിൽ ഇവിടെ നോക്കാം. അതിന്റെ പവർ 4 പിന്നെ 8, 4 ആണെങ്കിലും +1, 8 ആണെങ്കിലും +1 അല്ലെ. 4 ആകുമ്പോഴും 8 ആകുമ്പോഴും 12 ആകുമ്പോഴും ഐയുടെ പവർ 4ന്റെ മൾട്ടിപ്പിൾസ് വരുമ്പോ അതിന്റെ പവർ 4 വരെ 8 വരെ 12 16 അങ്ങനെയാണെങ്കിൽ അതിന്റെ ആൻസർ എന്താ വരിക, +1 ആണ് വരിക. I raised to 4 ന്റെ മൾട്ടിപ്പിൾ, I raised to 4 ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ ആൻസർ +1. I raised to 4 ന്റെ മൾട്ടിപ്പിളിന്റെ ഒന്നപ്പുറം, 4 ന്റെ മൾട്ടിപ്പിളിന്റെ ഒന്നപ്പുറം പറഞ്ഞാൽ 4 ന്റെ മൾട്ടിപ്പിൾ ഏതാ 4 8 12, അപ്പൊ ഒന്നപ്പുറം 4 8 12 നോക്കുമ്പോ 5 9 13. 5 ആകുമ്പോ എന്താ, 5 ആകുമ്പോ ഐ ആണ് വരിക. അടുത്ത I raised to 9 അതിൻ്റെതും ഐ ആണ് വരിക. അപ്പോ I raised to 4 മൾട്ടിപ്പിളിന്റെ അപ്പുറത്താണ് എങ്കിൽ അതിന്റെ ആൻസർ 4 മൾട്ടിപ്പിളിന്റെ അപ്പുറത്താണ് എങ്കിൽ അതിന്റെ ആൻസർ ഐ ആണ് വരിക. അടുത്ത I raised to 4 ന്റെ മൾട്ടിപ്പിളിന്റെ അപ്പുറത്തിന്റെ അപ്പുറത്ത് എന്ന് പറഞ്ഞാൽ 4 ന്റെ മൾട്ടിപ്പിളിന്റെ 2 അപ്പുറം എന്ന് പറഞ്ഞാൽ 2 റിമൈൻഡർ വരും. 4 കൊണ്ട് ഹരിക്കുക, 4 മൾട്ടിപ്പിൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. പവർ 4 മൾട്ടിപ്പിൾ ആണെങ്കിൽ I raised to 4 എന്നോ I raised to 8, I raised to 12, I raised to അങ്ങനെ 20, I raised to 100 അങ്ങനെ I raised to അതിന്റെ പവറിൽ 4 മൾട്ടിപ്പിൾ ആണ് വരുന്നതെങ്കിൽ അതിന്റെ ആൻസർ 1 ആയിരിക്കും. അപ്പൊ I raised to 100 എത്ര, 100 4 മൾട്ടിപ്പിൾ ആണോ, ആണ്, അതുകൊണ്ട് ആൻസർ 1. I raised to 48 48 4 മൾട്ടിപ്പിൾ ആണ്, അതുകൊണ്ട് I raised to 48 1. 4 മൾട്ടിപ്പിൾ അപ്പുറത്തെ നമ്പർ ആണെങ്കിൽ ഇപ്പൊ 24 4 മൾട്ടിപ്പിൾ ആണ്, അതിന്റെ അപ്പുറത്താൽ 25 അല്ലേ. സോ I raised to 25 4 മൾട്ടിപ്പിൾ. റിമൈൻഡർ 1 വരുന്നവരാണെങ്കിൽ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ ഒന്നില്ല, 0 ആണ് വരുന്നതെങ്കിൽ 4 മൾട്ടിപ്പിൾ ആണ്. അങ്ങനെ 4 മൾട്ടിപ്പിൾ ആണ് അതിന്റെ പവറിലെങ്കിൽ അതിന്റെ ആൻസർ 1 ആയിരിക്കും. 4 മൾട്ടിപ്പിളിന്റെ 1 അപ്പുറമാണെങ്കിൽ എന്ന് പറഞ്ഞാൽ റിമൈൻഡർ 1 ആണ് വരുന്നതെങ്കിൽ അതിന്റെ ആൻസർ ഐ ആയിരിക്കും. റിമൈൻഡർ 2 ആണ് എങ്കിൽ റിമൈൻഡർ 2 വരുന്നത് അവിടെ, പിന്നെ 4 2 കൂട്ടുമ്പോ 6 എത്ര മൈനസ്. റിമൈൻഡർ 2 ആണെങ്കിൽ -1, റിമൈൻഡർ 2 ആണെങ്കിൽ -1. അടുത്ത 4i + 3 ആകും, റിമൈൻഡർ 3 ആകും. ഒന്ന് ഇവിടെ റിമൈൻഡർ 3 ആകും, റിമൈൻഡർ 4 ആകുമ്പോൾ ഫുള്ള് റിമൈൻഡർ -i. പിന്നെ എത്ര 4 × 3 7 -i. I raised to എത്ര ആണെങ്കിൽ നമുക്ക് വാല്യൂ കാണാം. I raised to 10 ലക്ഷം ഇത്രയും. ആ പവറിൽ വരുന്ന നമ്പർ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. 4 മൾട്ടിപ്ലൈ റിമൈൻഡർ 0 ആയിരിക്കും, അതാണ് 4i + 0. അവിടെ 0 അല്ല കേട്ടോ, 0 കൊടുത്തിട്ടില്ല. 4 മൾട്ടിപ്പിൾ ആണെങ്കിൽ അതിന്റെ ആൻസർ 1 ആയിരിക്കും വരിക. 4 മൾട്ടിപ്പിളിന്റെ അപ്പുറത്ത് 1 വരുന്ന റിമൈൻഡർ 1 ആണെങ്കിൽ i, 2 ആണെങ്കിൽ -1, 3 ആണെങ്കിൽ -i ആയിരിക്കും. ഇതാണ് അതിന്റെ ആൻസർ. ഓക്കെ, അപ്പൊ അടുത്തത് ചെയ്യാം. ക്വസ്റ്റ്യൻ ആണ്
Find the value of I raised to 37. I raised to 37 വാല്യൂ കാണും. ആ പവർ 4 മൾട്ടിപ്പിൾ ആണെങ്കിൽ ആൻസർ 1 ആയിരിക്കും. 4 മൾട്ടിപ്പിളിന്റെ അപ്പുറത്ത് റിമൈൻഡർ 1 ആണെങ്കിൽ ഇതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. റിമൈൻഡർ 0 ആണപ്പോഴാ 4 മൾട്ടിപ്പിൾ ആകും. റിമൈൻഡർ 0 ആണ് വരുന്നെങ്കിൽ 1 ആണെങ്കിൽ I, 2 ആണെങ്കിൽ -1, 3 ആണെങ്കിൽ -I. അപ്പൊ നമ്മൾ ചെയ്യുന്നത് 37/4 നോക്കാം. എത്രയാ? 9. 4 9 36 ആണ് അല്ലേ? ബാക്കി റിമൈൻഡർ എത്ര എഴുതാൻ പറഞ്ഞു? Here remainder is equal to 1. So ഇതിന്റെ ആൻസർ റിമൈൻഡർ 1 ആയത് ആൻസർ I ആണ് ആൻസർ. So I raised to 37 ന്റെ വാല്യൂ എത്ര? 1 അല്ലേ? So I raised to 37 ന്റെ വാല്യൂ എത്ര ഇതാ? I ആണ്. റിമൈൻഡർ 1 ആണ്. 37 നിന്ന് കുറച്ച് റിമൈൻഡർ 1 വരെ 4 മൾട്ടിപ്പിൾ 1 അപ്പുറമാണ്. അപ്പൊ ഒന്ന് ഇപ്പുറത്ത് ആലോചിച്ചോ. I raised to 36 വരെ 1 ആയി മാറും. I raised to 4 ന്റെ മൾട്ടിപ്പിൾ ആണ്. 4 ന്റെ മൾട്ടിപ്പിൾ ആണ് 1 തന്നെ. അപ്പൊ I raised to 36 കഴിഞ്ഞപ്പോ ഇത് ശരിക്കും ഇങ്ങനെയില്ല. I raised to 36 into ഒന്നല്ലേ അറിയില്ല. അപ്പൊ ഒന്ന് കുറച്ച് I raised to 36 into I ഇങ്ങനെയില്ല. I raised to 36 ന്റെ വാല്യൂ 1 ആണ്. അത് 4 മൾട്ടിപ്പിൾ ആയതുകൊണ്ട് പിന്നെ ഒരു I അവിടെ പെൻഡിങ് ഉണ്ടാവും. അപ്പൊ ലാസ്റ്റ് ആൻസർ ഇങ്ങനെ വരും. ഓക്കെ, I raised to 235. 235ന്റെ പവർ എടുക്കാം. 235 4 കൊണ്ട് 20 എത്ര 4? 6 4 24. I 4 ഉള്ളൂ. I 4 20. ബാക്കി 3 5 30 എത്ര 4? 9 4 36. 8 ഉള്ളൂ. 8 4 32. എത്ര റിമൈൻഡർ? 3 ആണ്. 3 റിമൈൻഡർ വരുമ്പോൾ എന്ത് വരിക? ആൻസർ -I. ഇപ്പൊ ഇതിന്റെ ആൻസർ -I ആണ്. അടുത്ത raised to 244. 244. 244ലെ 4 കൊണ്ട് 24 6 4 24. ബാക്കി 0. ഈ 4 എത്ര 4? 1. ഒരു 4 4 ബാക്കി റിമൈൻഡർ 0. റിമൈൻഡർ 0 ആയതുകൊണ്ട് ഇവിടെ റിമൈൻഡർ 0 ആയതുകൊണ്ട് ആൻസർ +1. ഇതിന്റെ ആൻസർ +1 ആണ്. ഓക്കെ, അടുത്ത raised to -6 ആണ്. പവർ മൈനസ് വന്നാൽ എന്ത് ചെയ്യണം? അതിനെ പവർ പോസിറ്റീവ് ആകുന്ന വിധത്തിൽ റെസിപ്രോക്കൽ ആക്കുക. I raised to -1 നമുക്ക് 1 എന്നിട്ട് ഇത് നെഗറ്റീവ് ഒഴിവാക്കിയതാ. I raised to +6. ഇത് I raised to -6 അല്ലേ? I raised to -6 ഏതാ? 1/I raised to +6 എഴുതാം. പവർ നെഗറ്റീവ് ആണെങ്കിൽ ഇത് അതേമാതിരി പോസിറ്റീവ് ആക്കിയതാ. പക്ഷെ 1/, ഈക്വൽ ടു 1/. ഇനി I raised to 6. 6 പിന്നെ 6നെ 4 കൊണ്ട് എത്ര ഇടാം? 6ന് എത്ര 4? ഒരു 4 ബാക്കി 2 അല്ല റിമൈൻഡർ. 2 റിമൈൻഡർ വരുമ്പോൾ ആൻസർ ഇതാ -1. അപ്പൊ ഇതിന്റെ ആൻസർ -1. 1/1 ആണെങ്കിൽ 1 ആണ് ആൻസർ. 1/-1 ആയതുകൊണ്ട് -1 ആണ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ വാല്യൂ ഓഫ് I raised to 1349. -1349 പവർ I raised to. അതിന്റെ വാല്യൂ ആണ് കാണുന്നത്. പവർ നെഗറ്റീവ് ആണെങ്കിൽ നമുക്ക് അതുപോലെ പവർ പോസിറ്റീവ് ആക്കി എഴുതാം. 1/8 ഇട്ടാൽ മതി. 1/, ഇടാം. ഇനി ഇത് അതുപോലെ ഇല്ല, മൈനസ് ഒഴിവാക്കി. I raised to 1349. 1/. I raised to 1349 അല്ലേ? 1349 നോക്കാം. 4 മൾട്ടിപ്പിളിന്റെ എവിടെ നോക്കാം? 3 4 12 ബാക്കി 1. 4 ആക്കുമ്പോ വീണ്ടും 3 4 12 ബാക്കി 2 ആണ്. 9 എത്ര ഉണ്ടാവും? 29 7 4 28. റിമൈൻഡർ 1 ആണ് നോക്കാം. റിമൈൻഡർ 1 ആണെങ്കിൽ I ആണ്. അപ്പൊ 1 അതുപോലെ ഇത് അതിന് ആൻസർ I ആണ്. അപ്പൊ 1/I നോക്കും. ഇതിലേതെങ്കിലും ഒന്നിന് ആൻസർ വരാൻ പാടുള്ളൂ. 1/I നമ്മൾ എന്ത് ചെയ്യുന്നു? എക്സ്ട്രാ. ഇതാണ് ഇത്ര ഉള്ളു കിട്ടി. ഇനി രണ്ട് ഭാഗത്തും താഴെ ഡിനോമിനേറ്റർ I വരാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ ഈ I ഒഴിവാക്കാൻ ചെയ്യേണ്ട പണി I കൊണ്ട് ഇവിടെ എക്സ്ട്രാ മൾട്ടിപ്ലൈ I കൊണ്ട്. എന്തിനാണോ? ഇവിടുത്തെ I കൊണ്ട് പോകാൻ വേണ്ടിട്ട്. നമ്പർ വന്നോളൂ കാക്കാൻ. അപ്പൊ 1ഉം I മുറിച്ചാൽ I മുറിച്ചാലോ I² -1. I/1 ആണെങ്കിൽ I എന്ന് എഴുതാം. പക്ഷെ I/-1 ആയതുകൊണ്ട് ലാസ്റ്റ് ആൻസർ -. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
Find the value of I raised to 400 plus I raised to 401 plus I raised to 402 plus I raised to 403. ഇതിന്റെ വാല്യൂ എന്താണ്? സിമ്പിൾ ആണ്. I raised to 400 പറഞ്ഞാൽ 4 മൾട്ടിപ്പിൾ ആണ്. 4 മൾട്ടിപ്പിൾ ആണെങ്കിൽ ഇതിന്റെ വാല്യൂ 1 ആ വരും അല്ലേ? പ്ലസ് I raised to ഇത് പിന്നെ 4 മൾട്ടിപ്പിൾ ആണെങ്കിൽ 4 മൾട്ടിപ്പിൾ റിമൈൻഡർ 1 വരും, ഇത് റിമൈൻഡർ 2 വരും, റിമൈൻഡർ 3 വരും. ഇത് 400 401 402 ഇത് 4 മൾട്ടിപ്പിൾ ആണെങ്കിൽ ഇത് 4 മൾട്ടിപ്പിൾ 1 അപ്പുറം, ഇത് 2 അപ്പുറം, ഇത് 3 അപ്പുറം അല്ലേ? അപ്പൊ ഇതിന്റെ ആൻസർ 1 ആണെങ്കിൽ അടുത്ത് ഇതിന്റെ ആൻസർ എന്താ വരിക? പ്ലസ് ഐ, പിന്നെ -1 മൈനസ്. അപ്പൊ ഈ പ്ലസ് ഇടുക, ഇതിന്റെ ആൻസർ പ്ലസ് ഐ ആണ് വരിക അല്ലെ? പിന്നെ ഇതിന്റെ -1, ഇതിന്റെ -i വരും. ഇത് 4 മൾട്ടിപ്പിളും ഇത് 4 മൾട്ടിപ്പിളിന്റെ 1 അപ്പുറം, ഇത് 2 അപ്പുറം, ഇത് 3 അപ്പുറം ആണെങ്കിൽ ഇത് അടുപ്പിച്ചില്ല. അപ്പൊ എന്താ സംഭവിച്ചാൽ +1 ഉം -1 ഉം വെട്ടും, പ്ലസ് ഐയും -iയും വെട്ടിപ്പോകും. അപ്പൊ 0 ആണ് കിട്ടുക. അതായത് അതിന്റെ പവറുകൾ 4 എണ്ണം അടുപ്പിച്ച് കിട്ടും. I raised to this 74, this 75, this 76 ആണ് ഇത്, ഇത് 73. ഏതോ 4 എണ്ണം അതിന്റെ പവർ, അത് 4ഉം കോൺസിക്യൂട്ടീവ് ആണ് നാച്ചുറൽ നമ്പർ എങ്കിൽ 4 എണ്ണം വീതം കൂടുമ്പോഴല്ലേ 4ന്റെ മൾട്ടിപ്പിൾ ആ. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒന്നിന്റെ 4ന്റെ മൾട്ടിപ്പിൾ ഉണ്ടാവില്ലേ? ഇത് 4ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ ഇതെന്തേക്കാരം റിമൈൻഡർ 1 തരും, അത് റിമൈൻഡർ 2 തരും. ഇത് റിമൈൻഡർ എത്ര? ഇത് 4ന്റെ മൾട്ടിപ്പിൾ ആണ്, അത് റിമൈൻഡർ 0 തരും. റിമൈൻഡർ 0 തരുന്നത് 4ന്റെ മൾട്ടിപ്പിൾ ആണ്, അത് റിമൈൻഡർ 1 2 തരും. ഇത് റിമൈൻഡർ 0 ആണെങ്കിൽ അതിന്റെ മുമ്പ് റിമൈൻഡർ 3 തന്നു. എന്തായാലും അടുപ്പിച്ചുള്ള 4 ആണെങ്കിൽ ലാസ്റ്റ് ആൻസർ 0 ആണ് വരിക. കാരണം ഇതിൽ ഒരാൾ ആൻസർ 1 വരും, പിന്നെ ഒരാൾക്ക് -1, ഒരാൾക്ക് i, ഒരാൾക്ക് -1. ഇതിൽ ഏതാ 4ന്റെ മൾട്ടിപ്പിൾ? 40 60 വരും. 60 കഴിഞ്ഞാൽ 68 64 68 72. ഇതാ 72 4ന്റെ മൾട്ടിപ്പിൾ ആണ്. 72 കഴിഞ്ഞാൽ പിന്നെ വരുന്നത് 76. ഇത് 4ന്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പൊ ഇത് റിമൈൻഡർ 3 തരും, ഇത് റിമൈൻഡർ 2 തരും, ഇത് റിമൈൻഡർ 1 തരും. ഇത് തൊട്ടുമ്പത് 72 4ന്റെ മൾട്ടിപ്പിൾ ആയിരുന്നു, പിന്നെ 4ന്റെ മൾട്ടിപ്പിൾ. അപ്പൊ ഇത് റിമൈൻഡർ 1 തരാനേ തരാം. ഇത് i ആണ്, ഇതിന്റെ ആൻസർ i ആണ്, ഇതിന്റെ ആൻസർ -1, ഇതിന്റെ ആൻസർ -i, ഇതിന്റെ ആൻസർ +1. കണ്ടോ? iയും -iയും വെട്ടും 0, -1 +1 വെട്ടും 0. അതായത് I raised to എന്നിട്ട് 4 പവേഴ്സും അടുപ്പിച്ച് കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പർ ആണെങ്കിൽ ആ 4ത്തിന്റെ വാല്യൂ ലാസ്റ്റ് 0 ആയിട്ടാണ് വരുന്നത്. ഓക്കെ, അപ്പൊ നോക്കാം. I raised to കളാണ് പവർ പറയാം. ഏതെങ്കിലും ഒരു നമ്പർ എടുക്കുക, പിന്നെ ഐക്കൊന്ന് കൂട്ടും. അപ്പൊ 4 അടുപ്പിച്ചത് വരും. 4 നാച്ചുറൽ നമ്പർ അടുപ്പിച്ചത് നിങ്ങൾ കരുതിയാൽ അതിൽ ഒരാൾ എന്തായാലും 4ന്റെ മൾട്ടിപ്പിൾ ഉണ്ടാവും. എങ്ങനെ എടുത്താലും അടുപ്പിച്ചതാണോ? 20 21 22 23 ആണെങ്കിൽ അതിൽ 20 4ന്റെ മൾട്ടിപ്പിൾ അടുക്കാം. 95 96 97 98 അല്ലെ? അതിൽ 96 4ന്റെ മൾട്ടിപ്പിൾ. അപ്പൊ 4 എന്തായാലും ഒന്ന് 4ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ അപ്പുറത്തുള്ള റിമൈൻഡർ 1 റിമൈൻഡർ 2 തരും, അപ്പൊ അപ്പുറത്തുള്ള റിമൈൻഡർ 3. ഇതാണ് 4ന്റെ മൾട്ടിപ്പിൾ എങ്കിൽ ഇത് റിമൈൻഡർ 0 തരും, അപ്പൊ റിമൈൻഡർ 3 തരും, 2 തരും, 1 തരും. അതായത് അടുപ്പത്തുള്ള 4 ആണെങ്കിൽ അടുപ്പിച്ചുള്ള 4 ആണെങ്കിൽ അതിന്റെ ആൻസർ സമ്മിന്റെ ആൻസർ 0 ആണ്. കാരണം ഒരാൾ ആൻസർ i വരും, മറ്റേ -i, 1 വരും, -1 വരും. ഓക്കെ, I raised to 1 plus I raised to 2 plus I raised to 3 plus I raised to 4 plus etc. I raised to 99. ഇതിന്റെ വാല്യൂ എത്രയാണ്? 4 എണ്ണം അടുപ്പിച്ചിലാണെങ്കിൽ 0 അല്ലെ? അപ്പൊ I raised to 1, I raised to 2, I raised to 3, I raised to 4 4. ഇതിന്റെ ആൻസർ 0 4 വരും. പിന്നെ ഒരു 8 എണ്ണം 5 6 I raised to 5 മുതൽ I raised to 8 വരെ വേറെ 0, 8 വരെ 12 വരെ വേറെ 0, പിന്നെ 16 വരെ 20 വരെ അങ്ങനെ വന്ന് 100 വരെ ആണെങ്കിൽ 4 എണ്ണം വീതം വരുന്ന 100ൽ എത്ര 25 ഉണ്ട്? 100ൽ എത്ര പിന്നെ 4 ഉണ്ട്? 100ൽ 25 4 അല്ലേ? ഓരോ 4 എണ്ണം വരുന്ന ഗ്രൂപ്പിന്റെ ആൻസർ 0. I raised to 1, I raised to 2, I raised to 3, I raised to 4. അതിന്റെ ആൻസർ 0 ആണ്. കാരണം ഇവരെ വരും 4 പാടെ പോയി. പിന്നെ I raised to 5, I raised to 6, I raised to 7, I raised to 8. അതിന്റെ ആൻസർ 0 ആയിരിക്കും. പിന്നെ I raised to 9, 10, 11, 12 അത് വേറെ ഗ്രൂപ്പ്. ഇങ്ങനത്തെ അപ്പൊ 4 എണ്ണം വീതം വരുന്ന 25 ഗ്രൂപ്പ് ആക്കാം. I raised to 100 100 ആണെങ്കിൽ അല്ലെ? അപ്പൊ അത്രയും 0. I raised to 100 വരാണ് 0. പക്ഷേ ഇത് 99 വരെ ഉള്ളൂ അല്ലെ? അപ്പൊ ഇതിന്റെ ആൻസർ എങ്ങനെ എഴുതാം? ഇത് നമുക്കൊരു കാര്യം ചെയ്യാം. ഇതിന്റെ വാല്യൂ ആണ് കാണേണ്ടത്.
I raised to 100 കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം 0 ഇല്ല. ഒരു I raised to 100 കൂട്ടിയിട്ട് ഒരു I raised to 100 കുറച്ചു എന്ന് കേൾക്കാം. ഇത് കൂട്ടിയിട്ട് കുറച്ചു എന്നിട്ട് ഇവിടെ വരെ എത്ര ആൻസർ? ഇവിടുന്ന് ഇവിടെ വരെ 4 മൾട്ടിപ്പിളിന്റെ ഗ്രൂപ്പുകളല്ലേ, അത് 0 ആണ്. മൈനസ് ലാസ്റ്റ് I raised to 100 ഇത്രയും ഭാഗം 0 മൈനസ് I raised to 100 എത്ര? I raised to 4 ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിലോ 1 ആണ്. So 0 minus 1 last answer minus 1 ആണ്. Okay, ഒരു കോംപ്ലക്സ് നമ്പർ 31 z equal to 31. ഇത് കോംപ്ലക്സ് നമ്പർ അല്ലേ? ഇത് പ്യൂർലി റിയൽ ആണ്, അത് പ്യൂർലി ഇമാജിനറി ആണ്. Express these complex numbers in the form of a plus ib. a plus ib എന്നുള്ള ഫോമിൽ ഇതിനെ എഴുതാനാണ്. ഇതാണ് നമ്മുടെ കോംപ്ലക്സ് നമ്പർ. ഒരു നമ്പർ പ്ലസ് i ഇൻറ്റു വേറെ നമ്പർ എന്ന രൂപം, അതാണ് a plus ib. ഈ ഫോമിൽ എഴുതാം a plus ib എന്നുള്ള ഫോം. ഒരു നമ്പർ പ്ലസ് i ഇൻറ്റു വേറെ നമ്പർ. ഇതിനെ എങ്ങനെ എഴുതാപ്പോ? 31 റിയൽ പാർട്ട് ആണ്, പ്ലസ് i ഇൻറ്റു ഒരു നമ്പർ, i ഇൻറ്റു നമ്പർ വേറെ അല്ലല്ലോ. z equal to minus 37 i1. Express this one in the form of a plus ib. a plus ib ഫോമിൽ ഇതിനെ എഴുതാം. റിയൽ പാർട്ട് പ്ലസ് i ഇൻറ്റു ഇമാജിനറി പാർട്ട്. റിയൽ പാർട്ട് ഇതിലില്ല, അതുകൊണ്ട് ഇതിനെ 0 ഫിറ്റ് ചെയ്യാം. പിന്നെ ഇമാജിനറി പാർട്ട് ഉണ്ടല്ലോ, a plus ib, i ഇൻറ്റു b ആണ് വരുന്നത്, അല്ലെങ്കിൽ b ഇൻറ്റു i. ഇതാണ് b 0 a plus ib, അല്ലെങ്കിൽ i ഇട്ടാൽ മതി. ഇതാണ് അതിന്റെ a plus ib form. Okay. 13 plus 7i by 3. Express this one in the form of a plus ib. ഇതിനെ a plus ib form ചെയ്യാം. a plus ib ആണ് ഒരു നമ്പർ പ്ലസ് i വേറെ നമ്പർ. ഓക്കെ, അപ്പൊ 13 plus 7i എഴുതാം. ഈ by 3 രണ്ടാക്കും വേറെ കൊടുക്കാം. ഓക്കെ, ഇപ്പൊ a plus i ഇതാണ് a plus ib ന്റെ a. ഓക്കെ, a plus ib അല്ലേ, i ഇൻറ്റു ബാക്കി എന്താ 7 ഇതാണ് a plus ib ഫോർമുല. ഓക്കെ, റൂട്ട് മൈനസ് 1 ആണല്ലോ i അല്ലേ, അപ്പോ റൂട്ട് മൈനസ് 3 എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് 3 ഇൻറ്റു മൈനസ് 1. 3 മൈനസ് 3 3 ഇൻറ്റു മൈനസ് 1. ഇതിന് റൂട്ട് 3 ഇൻറ്റു റൂട്ട് മൈനസ് 1 എന്നില്ല. ഇത് റൂട്ട് 3 ഇൻറ്റു റൂട്ട് മൈനസ് 1 എന്താണ് i ആണ്. എന്ന് പറഞ്ഞാൽ റൂട്ട് മൈനസ് 3 എന്ന് പറഞ്ഞാൽ റൂട്ടിന്റെ നെഗറ്റീവ് ഒഴിവാക്കുക, റൂട്ട് 3. റൂട്ടിന്റെ ഉള്ളിൽ മൈനസ് ഇല്ലേ, അതുകൊണ്ട് i പുറത്തു കൊടുത്താൽ മതി. റൂട്ട് മൈനസ് 10 എന്ന് പറഞ്ഞാൽ അത് റൂട്ട് 10 ആണ്, അതിന്റെ കൂടെ ഒരു i ഫിറ്റ് ചെയ്താൽ മതി. റൂട്ട് മൈനസ് 3 റൂട്ട് ഓഫ് മൈനസ് 3 3 ഇൻറ്റു മൈനസ് 1 ചെയ്താൽ ഈ റൂട്ട് രണ്ടാ കൊടുക്കുക, 3ക്കും റൂട്ട് കൊടുക്കുക, മൈനസ് 1 റൂട്ട് കൊടുക്കുക. റൂട്ട് 3 അതുപോലെ ഇതാ, റൂട്ട് മൈനസ് 1 പറഞ്ഞാൽ i ആണ്. അപ്പൊ റൂട്ട് 3 റൂട്ടിന്റെ ഉള്ളിൽ ഒരു നമ്പറിന് മൈനസ് വന്നാൽ ആ മൈനസ് ഒഴിവാക്കിയാണ് എഴുതാം, എന്നിട്ട് i എക്സ്ട്രാ കൊടുക്കുക. റൂട്ട് മൈനസ് 10 എന്ന് പറഞ്ഞാൽ റൂട്ട് 10ന്റെ കൂടെ i ആണ്. റൂട്ട് 5 എന്താ, മൈനസ് 5 എന്താ, റൂട്ട് മൈനസ് 5. റൂട്ട് 5ല് i ആണ്, ഈ i റൂട്ടിന്റെ പുറത്താണ്. ഓക്കെ, ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എക്സ്പ്രസ് minus root 3 plus root minus 2 into 2 root 3 minus i in the form of a plus i. ഇതിനെ a plus ib എന്നുള്ള ഫോം ഒക്കെ എഴുതണം. എന്ന് പറഞ്ഞാൽ ഒരു നമ്പർ പ്ലസ് i ഇൻറ്റു വേറെ നമ്പർ, ആ കോലത്തിൽ ഇതിനെ വരണം. ഓക്കെ, തുടങ്ങാം. ഈ മൈനസ് റൂട്ട് 3 അതുപോലെ റൂട്ടിന്റെ ഉള്ളിൽ മൈനസ് 2 എന്താ, അത് റൂട്ട് 2ന്റെ കൂടെ i ചേർത്താൽ മതി അല്ലെ എന്ന് പറഞ്ഞു. അപ്പൊ അതിനെ റൂട്ട് 2 ഒരു i, അത് പുറത്താണ്. ഇത് അതുപോലെ എഴുതി, ഇത് റൂട്ട് 2 എഴുതി കണ്ട് i പുറത്തിട്ടു. പിന്നെ 2 റൂട്ട് 3 മൈനസ് i അതുപോലെ. ഇത് ഗുണിക്കാം, ഇതും ഗുണിക്കാം. ഏതൊക്കെയാണ്? മൈനസ് റൂട്ട് 3 ഇൻറ്റു 2 റൂട്ട് 3. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് അതേതാ, മൈനസ് റൂട്ട് 3 ഇൻറ്റു മൈനസ് i. പിന്നെ ഇങ്ങോട്ട് ഇതാ റൂട്ട് 2i ഇൻറ്റു 2 റൂട്ട് 3. പിന്നെ ഇതും റൂട്ട് 2i ഇൻറ്റു മൈനസ് i. ഇനി ഇവിടെ ഈ മൈനസ് 2 റൂട്ട് 3യും റൂട്ട് 3യും മുൻസാ ശരിക്കും റൂട്ട് 9 ആണ്. ഈ മൈനസും 2 ഏതാ, റൂട്ട് 3 മുൻസാ ശരിക്കും റൂട്ട് 9 ആണ്, അതായത് വെറും 3 ആണ് അർത്ഥം. ഈ രണ്ട് മൈനസ് പ്ലസ് ആയി, പിന്നെ റൂട്ട് 3 ഉണ്ട്, ഒരു i അപ്പുറത്തുണ്ട്. മൈനസുകൾ ഇല്ലാതുകൊണ്ട് പ്ലസ് 2 മാത്രമേ ഉള്ളൂ എഴുതി.
പിന്നെ √2 √3 ആണ്. അപ്പൊ √6 ആവുള്ളൂ. പിന്നെ ഒരു i ഉണ്ട്. പിന്നെ ഒരു മൈനസ് ഉള്ളത് √2 ഐയും ഐയും എന്താകും? i² ആവും. ഇത് -6 ആണ്. ഇതിലും i ഉണ്ട്, ഇതില് i ഉണ്ട്. ഇത് i² -1 ആയി മാറും. അപ്പൊ ഇത് √3 ഉണ്ട് പ്ലസ് √2 √6 ഉണ്ട്. ഇതിലും i ഉണ്ട്. അതുകൊണ്ട് ഇതിനെ മൊത്തം ഇത്ര i എഴുതാം. ഇത് അതുപോലെ എഴുതാം. ഇത്ര i പ്ലസ് ഇത്ര i ആണെങ്കിൽ ഈ രണ്ട് നമ്പർ കൂട്ടുക. √3 പ്ലസ് 2 √6 അതിന്റെ കൂടെ i ഇടാം. പിന്നെ മൈനസ് √2 ഇൻറ്റു i² -1 അല്ലെ ഈക്വൽ ടു -6 എഴുതാം. പ്ലസ് √3 പ്ലസ് 2 √6 i ഉണ്ട്. ഇതിനെ പ്ലസ് 2 മൈനസ് പ്ലസ് ആവും. പ്ലസ് √2 എഴുതാം. ഇനി a പ്ലസ് i b എന്ന രൂപത്തിലാണ് ആക്കുന്നത്. a പ്ലസ് റിയൽ പാർട്ട് പ്ലസ് i ഇൻറ്റു ഇമാജിനറി പാർട്ട്. റിയൽ ഇതിപ്പോ ഇമാജിനറി പാർട്ട് ഇത് എത്ര i ഉണ്ട് അത് പറയുക. √3 പ്ലസ് 2 √6 അത്ര i അവിടെ ഉണ്ട്. പിന്നെ ഇത് രണ്ടിലും എന്തില്ല? i ഇല്ല. അതുകൊണ്ട് അത് അടുപ്പിച്ച് ചെയ്താൽ -6 പ്ലസ് √2. ഇത് a പ്ലസ് i b എന്ന രൂപത്തിലായി. ഓക്കെ ഓക്കെ എക്സ്പ്രസ് 1/5 plus I 2/3 minus 4 plus I 5/2 in the form of a plus ib. a plus ib എന്നുള്ള രൂപത്തിൽ ഇതിനെ മാറ്റാം. ഓക്കെ ചെയ്യാം. 1/5 എഴുതുക പ്ലസ് I 2/5 എഴുതുക. ഈ മൈനസ് ഇങ്ങോട്ട് കൊടുക്കുമ്പോ -4 ഇങ്ങോട്ട് കൊടുക്കുമ്പോ -I 5/2. ഓക്കെ ഇതിലും ഇതും റിയൽ പാർട്ട് ആണ്. അത് അടുപ്പിച്ചില്ല. 1/5 -4 അടുപ്പിച്ചില്ല. പിന്നെ ഇത് രണ്ട് ഇമാജിനറി പാർട്ടാണ്. അത് I ഇൻറ്റു 2/5 മൈനസ് I ഇൻറ്റു 5/2 അത് അടുപ്പിച്ചില്ല. ഇത് ക്രോസ് ചെയ്യുമ്പോൾ തരും 1 - 20 അല്ല 1 - 20/5. ഇത് രണ്ടിലും I ഉണ്ട്. I പുറത്ത് എടുത്തിട്ടുണ്ടെങ്കിൽ I കോമൺ ആയിട്ട് എടുക്കും. ബാക്കി ഇത് ഇങ്ങോട്ടും ക്രോസ് ചെയ്തോക്കാം. 4 ആവില്ല. 2 into 4 5 5 25. താഴെ 5 into 2 10 വരും. ഈക്വൽ ടു ഇത് -19/5 ആണ്. -19/5 ഇത് 21 വരും. മൈനസ് അല്ല 4 - 25 25 4 എത്രയാ? -21 -21/10 ഉണ്ട്. ഒരു i ഉണ്ട്. Then answer -19/5 plus I into -21/10 a plus ib. ഓക്കെ ഇതോടുകൂടി ഈ ഒരു സെക്ഷനോട് അവസാനിക്കുകയാണ്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ പുതിയ കൺസെപ്റ്റുമായി തിരിച്ചു. ഓക്കെ.